ഹായ്, എല്ലാ കൂട്ടുകാർക്കും വിദ്യാ പ്ലസിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിസ്ട്രിയിലെ രണ്ടാമത്തെ ചാപ്റ്ററായ പീരിയോഡിക് ടേബിൾ ആണ്. അപ്പൊ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന ചാപ്റ്ററിലോട്ട് കിടക്കുന്നതിന് മുന്നേ തന്നെ ആരെങ്കിലും ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഓടിപ്പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇവിടെ 4 കുട്ടികൾ നിന്നിട്ട് എന്താ ചെയ്യുന്നത്? പീരിയോഡിക് ടേബിൾ അറേഞ്ച് ചെയ്യാൻ നോക്കുകയാണ് അല്ലെ. അപ്പൊ നമുക്ക് നോക്കിയാൽ എന്തൊക്കെയാ പറയുന്നത്? The students in the picture are trying to make a model of the periodic table as part of a group activity. അപ്പോൾ ഇവര് ഗ്രൂപ്പ് ആയിട്ട് ചേർന്നിട്ട് എല്ലാവരും കൂടി ഒരു പീരിയോഡിക് ടേബിൾ സെറ്റ് ആക്കാൻ നോക്കുന്നുണ്ട് അല്ലേ. You have learned that the periodic table in which elements are scientifically classified is helpful in the study of chemistry. അപ്പോൾ നമുക്ക് പീരിയോഡിക് ടേബിൾ അറിഞ്ഞു കഴിഞ്ഞാൽ കെമിസ്ട്രിയുടെ പഠനം കുറച്ചുകൂടി ഒന്ന് എളുപ്പമാക്കാൻ കഴിയും എന്നാ പറയുന്നത് കേട്ടോ. അടുത്തെന്താ പറഞ്ഞേക്കുന്നേ? Moreover, you are familiar with the early attempts at the classification of elements and the periodic law possessed by the Dmitry Ivanovich Mendeleev. അപ്പോൾ ആരാണ് നമ്മുടെ പീരിയോഡിക് ലോ പൊസസ് ചെയ്ത വ്യക്തി? ആരാണ്? ദിമിത്രി ഇവാനോവിച്ച് മെൻഡലീഫ് ആണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ആ പേര് നോക്കി നോക്കണേ. In 1969, when Mendeleev prepared the periodic table, there was no clarity regarding the structure of atom or subatomic particles. However, Mendeleev's periodic table had many merits. അപ്പൊ എന്താണ്? അദ്ദേഹം 1869 ആദ്യമായിട്ട് പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കിയത്. അങ്ങനെ പീരിയോഡിക് ടേബിൾ പ്രിപ്പയർ ചെയ്യുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആറ്റത്തിന്റെ സ്ട്രക്ചർ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അതേപോലെ തന്നെ സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് ഏതാ എന്നൊന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലാത്ത സമയത്താണ് മെൻഡലീഫ് എന്ത് ചെയ്തിരിക്കുന്നത്? പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ പീരിയോഡിക് ടേബിളിന് കുറച്ച് ഗുണങ്ങൾ അല്ലെങ്കിൽ മെറിറ്റ്സ് ഉണ്ട്. അപ്പൊ നെക്സ്റ്റ് എടുത്ത് നോക്കിയാലോ. ലിസ്റ്റ് ദ മെറിറ്റ്സ് ഓഫ് മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ. അപ്പൊ ഏതൊക്കെയാണ്? എലമെന്റ്സ് were classified in such a way that elements of a similar properties were placed in the same group. അപ്പൊ ഒരേ സ്വഭാവം കാണിക്കുന്നവരെ അല്ലെങ്കിൽ ഒരേ സ്വഭാവം കാണിക്കുന്ന എലമെന്റ്സിനെ അദ്ദേഹം ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. Some elements did not follow the correct ascending order of the atomic mass. He pointed out that this could be due to the wrong determination of atomic mass. Later this led to the correction and wrongly determined atomic mass. അപ്പൊ അദ്ദേഹത്തിന്റെ പീരിയോഡിക് ടേബിളിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് അദ്ദേഹം ആറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിലല്ല പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കിയിരിക്കുന്നത്, ആറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ ചില എലമെന്റ്സിന്റെ ആറ്റോമിക മാസ് അത്ര ക്ലിയർ അല്ല അല്ലെങ്കിൽ തെറ്റാണെന്നും അദ്ദേഹം പുതിയ ആറ്റോമിക മാസ് കണ്ടെത്തുകയും അതിനെ കറക്റ്റ് പ്ലേസിൽ കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നാ പറയുന്നത് കേട്ടോ. കോളംസ് were left vacant for the elements which were not known at that time and the properties were also predicted. അപ്പൊ അദ്ദേഹം എന്താണ്? പിന്നീടുള്ള കാലത്ത് കണ്ടുപിടിക്കും എന്നുള്ള മൂലകം ഇന്നൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ട് അല്ലെങ്കിൽ ഇന്നൊക്കെ ഗുണങ്ങളുള്ള എലമെന്റ്സ് കണ്ടുപിടിക്കും, അതിനു വേണ്ട കോളംസ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അദ്ദേഹത്തിന്റെ പീരിയോഡിക് ടേബിളിൽ കോളം അദ്ദേഹം ഓൾറെഡി അവിടെ വിട്ടിട്ടുണ്ടായിരുന്നു. യു ആർ ഓൾസോ aware to certain demerits of Mendeleev periodic table. What are they? അപ്പം അദ്ദേഹത്തിന്റെ പീരിയോഡിക് ടേബിളിന് കുറച്ച് എന്തുണ്ട്? ഡീമെറിറ്റ്സ് ഉണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണ് എന്നാ പറയുന്നത് കേട്ടോ. Elements which a large difference in the properties were included in the same group. അപ്പോൾ ചില എലമെന്റ്സിന്റെ പ്രോപ്പർട്ടിയിൽ ഭയങ്കരമായിട്ടുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ ലാർജ് ഡിഫറൻസ് ഉള്ളതും അദ്ദേഹം എവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? ഒരേ ഗ്രൂപ്പിൽ കൊണ്ടുപോയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജസ്റ്റ് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി. നോ പ്രോപ്പർ പൊസിഷൻ കുഡ് ബി ദ ഗിവൺ ദ എലമെന്റ് ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജന് കറക്റ്റ് ആയിട്ടുള്ള എന്ത് കൊടുക്കാൻ പറ്റിയിട്ടില്ല? കറക്റ്റ് ആയിട്ടുള്ള പ്ലേസ് അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ ഹൈഡ്രജന്റെ പ്ലേസ് എവിടെയാണ്? ഒന്നാമതാണ് അല്ലേ. അടുത്ത എന്താണ്? ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ആറ്റോമിക് മാസ് വാസ് നോട്ട് സ്ട്രിക്ട്ലി ഫോളോഡ് ബൈ ത്രൂ ഔട്ട്. അപ്പൊ ആറ്റോമിക് മാസ് കൂടി വരുന്നതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അദ്ദേഹം പീരിയോഡിക് ടേബിൾ തയ്യാറാക്കിയത്. പക്ഷെ ഈ ആറ്റോമിക് മാസ് കൂടി വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയപ്പോൾ എല്ലാ സ്ഥലത്തും അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റിയില്ല? അത് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നാ പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് അടുത്തത്, യു ഹാവ് ഓൾസോ ലേൺഡ് അബൌട്ട് ഐസോടോപ്പ്. നിങ്ങൾ ആരെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? ഐസോടോപ്പിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ ഒന്ന് പറഞ്ഞു നോക്കിക്കേ, എന്താണ് ഐസോടോപ്പ് എന്ന് ഓർമ്മയുണ്ടോ? ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. എന്തായിരുന്നു ഐസോടോപ്പ് എന്ന് വെച്ചാൽ? എന്തായിരുന്നു ഐസോടോപ്പ് എന്ന് വെച്ചാല്? എന്താണ്? ഒരേ സെയിം ആറ്റോമിക് നമ്പറും ഡിഫറെന്റ് മാസ് നമ്പറും ഉള്ളവയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഐസോടോപ്പ് എന്ന് പറയുന്നത് അല്ലേ. ഹൗ ഡു ഐസോടോപ്പ് ഓഫ് ദ സെയിം എലിമെന്റ്സ് ഡിഫർ ഫ്രം വൺ അനദർ? അപ്പൊ ചോദിച്ചേക്കുന്നത് എങ്ങനെയാണ്? ഒരേ മൂലകം അല്ലെങ്കിൽ ഒരേ എലമെന്റ്സിന്റെ ഐസോടോപ്പുകൾ തമ്മിൽ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവർ തമ്മിൽ എന്താണ് ഡിഫറെന്റ് എന്ന് പറയുന്നത്? എന്താ ഡിഫറെന്റ് എന്ന് പറയുന്നത്? ഇപ്പൊ ഞാൻ പറഞ്ഞതേ ഉള്ളൂ അല്ലെ. എന്താ ഡിഫറെന്റ്? ആറ്റോമിക് നമ്പർ എന്തായിരിക്കും? ആറ്റോമിക് നമ്പർ സെയിം ആണ് അല്ലെ. ആറ്റോമിക് നമ്പർ സെയിം. മാസ് നമ്പർ എന്താണ്? ഡിഫറെന്റ് ആണ് കേട്ടോ. മാസ് നമ്പർ ഡിഫറെന്റ്. മാസ് നമ്പർ ഞാൻ മൊത്തം ഇടുന്നില്ലേ, നമ്പർ ഡിഫറെന്റ് ആണ്. നിങ്ങൾക്ക് അറിയാലോ, ഒന്നാമത്തെ ചാപ്റ്ററിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലേ. മാസ് നമ്പർ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്.
നെക്സ്റ്റ് അടുത്ത് നോക്കിയാലോ. അടുത്ത് എന്താണ്? You know that elements are arranged on the basis of atomic mass in Mendeleev periodic table. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു അല്ലേ, മെൻഡലീഫിന്റെ പീരിയോഡിക് ടേബിളിന്റെ പ്രത്യേകത എന്തായിരുന്നു? ആറ്റോമിക് മാസിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പീരിയോഡിക് ടേബിൾ അറേഞ്ച് ചെയ്തത്. Since isotope have a different atomic mass, it is necessary to assign different position for them in the periodic table. അപ്പൊ എന്താ പറ്റിയത്? ഐസോടോപ്പുകൾക്ക് വ്യത്യസ്ത ആറ്റോമിക മാസ് ആയതിനാൽ അവയ്ക്ക് ഓരോന്നിനും പീരിയോഡിക് ടേബിളിൽ പ്രത്യേക സ്ഥാനം നൽകേണ്ടതുണ്ട് അല്ലേ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, അദ്ദേഹം ആറ്റോമിക മാസ് കൂടി വരുന്നതിനനുസരിച്ചാണ് പീരിയോഡിക് ടേബിൾ അറേഞ്ച് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഓരോ ഐസോടോപ്പിന്റെയും ആറ്റോമിക മാസ് വേറെ വേറെ ആയതുകൊണ്ട് തന്നെ പീരിയോഡിക് ടേബിളിൽ ഓരോ സ്ഥലത്തും ഇവർക്ക് സ്ഥാനം കൊടുക്കേണ്ടി വന്നിരിക്കും അല്ലെ. അവർക്ക് ഓരോരുത്തർക്കും സെപ്പറേറ്റ് സ്ഥാനം കൊടുക്കേണ്ടി ഇരുന്നു. പക്ഷെ അതൊക്കെ വലിയൊരു പോരായ്മയായിരുന്നു അദ്ദേഹത്തിന്റെ പീരിയോഡിക് ടേബിളിലെ. ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഹൈഡ്രജന്റെ 3 ഐസോടോപ്പുകളാണ് കേട്ടോ. ആർ ദ ഐസോടോപ്പ് ഓഫ് ഹൈഡ്രജൻ ആസ് പെർ മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു അസൈൻ ദ സ്പെസിഫിക് പൊസിഷൻ ടു ഈച്ച് ഓഫ് ദം ഓൺ ദ ബേസിസ് ഓഫ് എ ആറ്റോമിക മാസ്. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? മെൻഡലീഫ് പീരിയോഡിക് ടേബിൾ പ്രകാരം ആറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിൽ ഇവയ്ക്കൊന്നും പ്രത്യേകമായിട്ടുള്ള സ്ഥാനം എന്ത് ചെയ്യാൻ പറ്റില്ല, അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റില്ല. ഹൈഡ്രജന്റെ 3 ഐസോടോപ്പിന് പ്രത്യേക സ്ഥാനം കൊടുക്കാൻ പറ്റുമോ? ഇല്ല. പ്രത്യേകമായിട്ടുള്ള സ്ഥാനങ്ങളൊന്നും അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റിയില്ല എന്നാ പറയുന്നത് കേട്ടോ. Through his X-ray diffraction experiment, ഹെൻറി മൂസ്ലി, അപ്പൊ ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ നെയിം ഒന്ന് നോക്കി വെക്കണേ. ഏതാണ് പേര്? ഹെൻറി മൂസ്ലി ആണ് കേട്ടോ. Proved that properties of elements depend mainly on atomic number rather than atomic mass. He then revised Mendeleev's periodic law. This is known as a modern periodic law. അപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞ പേരെന്താണ്? ഹെൻറി മൂസ്ലി ആണ് കേട്ടോ. ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടേബിൾ ഏതാണ്? മോഡേൺ പീരിയോഡിക് ലോ ആണ്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാല് ആറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിലല്ല ഇതും നടക്കുന്നത്, അല്ലെങ്കിൽ ആറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിലല്ല എലമെന്ററി പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. എന്തിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്? ആറ്റോമിക നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു. എന്തിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു? ആറ്റോമിക നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു. ആളുടെ പേര് ജസ്റ്റ് നോക്കി വെക്കണേ. ഏതാണ് നെയിം എന്ന് പറയുന്നത്? ഹെൻറി മൂസ്ലി ആണ് കേട്ടോ. നെക്സ്റ്റ് അടുത്ത് എന്താ പറയുന്നത്? മോഡേൺ പീരിയോഡിക് ലോ ആണ് പറയുന്നത്. അടുത്തത് മോഡേൺ ഏതാ പറയുന്നത്? പീരിയോഡിക് ലോ ആണ് പറയുന്നത്. ജസ്റ്റ് അദ്ദേഹത്തിന് പിക്ചർ കൊടുത്തിട്ടുണ്ട്, ഹെൻറി മൂസ്ലിയുടെ പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് മോഡേൺ പീരിയോഡിക് ലോ എന്ന് പറയുന്നത്? ദ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദർ ആറ്റോമിക് നമ്പേഴ്സ്. അപ്പോൾ ഒരു മൂലകം അല്ലെങ്കിൽ ഒരു എലമെന്റിന്റെ രാസഗുണവും അതേപോലെ തന്നെ ഭൗതിക ഗുണവും അതിന്റെ എന്തുമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു? ആറ്റോമിക നമ്പറുമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു, അല്ലെങ്കിൽ ആറ്റോമിക നമ്പറിന്റെ ആവർത്തനമാണ് എന്ന് പറയുന്നത് കേട്ടോ. ഇതൊക്കെ പ്രോപ്പർട്ടീസ് ആണ് കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് കേട്ടോ. അപ്പം ജസ്റ്റ് നോക്കി വെക്കുക. ദ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലിമെന്റ്സ് ആർ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദർ ആറ്റോമിക് നമ്പേഴ്സ്. ആറ്റോമിക് നമ്പറിന്റെ ആവർത്തനമാണ് എന്നാ പറയുന്നത്. അപ്പൊ ആരാണ് ഇപ്പോഴത്തെ മോഡേൺ പീരിയോഡിക് ലോ ആണ് ആരാ കണ്ടുപിടിച്ചത്? ഹെൻറി മൂസ്ലി ആണ് കേട്ടോ. അപ്പൊ ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മോഡേൺ പീരിയോഡിക് ടേബിളും അദ്ദേഹത്തിന്റെ തന്നെയാണ്. അപ്പൊ ഈ പേര് മറന്നു പോകരുത്, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പേരാണ്. ഓൺ ദ ബേസിസ് ഓഫ് എ മോഡേൺ പീരിയോഡിക് ലോ മോസ്റ്റ്ലി അറേഞ്ച്ഡ് എലമെന്റ്സ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് atomic number and design the modern periodic table. അപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കിയിരിക്കുന്നത്? ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് എ ആറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ്. ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് എന്താണ്? ആറ്റോമിക് നമ്പർ. Let us have a look at the merits of a modern periodic table. അപ്പൊ മോഡേൺ പീരിയോഡിക് ടേബിളിന്റെ മെറിറ്റ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ എക്സാമിന് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഈ ഒരു സെക്ഷനിൽ നിന്ന് ചാൻസ് ഉണ്ട് കേട്ടോ. As you know, one of the demerits of a Mendeleev periodic table is that elements have a different properties are included in the same group. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ മെൻഡലീവ്സിന്റെ പീരിയോഡിക് ടേബിളിൽ ഏറ്റവും വലിയൊരു ഡീമെറിറ്റ്സ് ആയിരുന്നു ഒരേ സ്വഭാവം അല്ലെങ്കിൽ ഒരേ പ്രോപ്പർട്ടീസ് ഉള്ള ആൾക്കാരെ അദ്ദേഹം എന്ത് ചെയ്തു? സെയിം ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി അല്ലേ. എന്നാൽ മോഡേൺ പീരിയോഡിക് ടേബിളിന്റെ വ്യത്യാസം എന്താണ്? ഇൻ ദ മോഡേൺ പീരിയോഡിക് ടേബിൾ, അപ്പം ഇത് ചോദിക്കുക ചിലപ്പം രണ്ടുപേരുടെയും പീരിയോഡിക് ടേബിള് തമ്മിൽ കമ്പയർ ചെയ്യാൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതും കൂടെ നമ്മൾ ആ കൂടെ നിന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ ഈ ജസ്റ്റ് ഈ പോയിന്റ് വരെ ഒന്ന് പഠിക്കുക. ഇതാ ഇവിടുന്നാണ് തുടങ്ങുന്നത്. In the modern periodic table, mostly was
പർട്ടിക്കുലർ അബൌട്ട് ഇൻക്ലൂഡിങ് എലമെന്റ്സ് വിത്ത് സിമിലർ പ്രോപ്പർട്ടീസ് ഇൻ ദ സെയിം ഗ്രൂപ്പ്. അപ്പൊ അദ്ദേഹം എന്താ ചെയ്തത്, ഒരേ സ്വഭാവമുള്ളവരെ, ആരാടാ, നമ്മുടെ മോസ്ലിയാണ് കേട്ടോ. മോസ്ലി എന്താ ചെയ്തത്, മോഡേൺ പീരിയോഡിക് ടേബിളിൽ ഒരേ സ്വഭാവമുള്ളവരെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചു, അല്ലെങ്കിൽ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. ഹെൻസ് ഇഫ് വി നോ ദ പ്രോപ്പർട്ടീസ് ഓഫ് ആൻ എലമെന്റ് വി ഗെറ്റ് ആൻ ഐഡിയ ഓഫ് ദ പ്രോപ്പർട്ടീസ് ഓഫ് എ അതർ എലമെന്റ്സ് ബിലോങ് ടു ദ സെയിം ഗ്രൂപ്പ്. അപ്പൊ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹം എന്താ ചെയ്തത്, ഒരു എലമെന്റ്സിന്റെ ഗുണങ്ങൾ അറിയാൻ, ഒരു എലമെന്റ്സിന്റെ അല്ലെങ്കിൽ എന്താ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു എലമെന്റ്സിന്റെ ഏതെങ്കിലും ഒരു എലമെന്റിന്റെ ഗുണങ്ങൾ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് നമുക്ക് അറിയാമെങ്കിൽ ആ ഗ്രൂപ്പിൽപ്പെട്ട ബാക്കി എല്ലാ ആൾക്കാരും ഏകദേശം ആ ഒരു ഗുണം അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടീസ് ഉള്ളവരായിരിക്കും. ഇൻ മെൻഡലേവ് പീരിയോഡിക് ടേബിള് there is a no specific position of a isotope of a same element. അപ്പൊ അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നില്ല, ഐസോട്ടോപ്പിനൊക്കെ കറക്റ്റ് ഒരു പ്ലേസ് കൊടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. But in the modern periodic table, the elements are arranged in the ascending order of their atomic number. Thus, this limitation of the Mendeleev periodic table was overcome. അപ്പൊ എന്താ ഇവിടെ എന്താ സംഭവിച്ചേക്കുന്നത്, മെൻഡലേഫിന്റെ പീരിയോഡിക് ടേബിളിൽ നമ്മുടെ ഐസോട്ടോപ്പിന് കറക്റ്റ് ഒരു പൊസിഷൻ കൊടുക്കാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ഇതേ മോഡേൺ പീരിയോഡിക് ടേബിൾ ആയപ്പോഴത്തേനും മോസ്റ്റ്ലി എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാത്തിനും കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ആറ്റോമിക് നമ്പറിന്റെ ഇൻക്രീസ് ചെയ്യുന്ന അടിസ്ഥാനത്തിലാണ്, ആറ്റോമിക് നമ്പർ കൂടി വരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം എലമെന്റ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഐസോട്ടോപ്പും അതിനനുസരിച്ച് അദ്ദേഹം കറക്റ്റ് ആയിട്ടുള്ള പൊസിഷനിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. Another limitation of a Mendeleev periodic table is that the ascending order of the atomic mass is not strictly followed. അപ്പൊ എന്താണ് അദ്ദേഹത്തിന്റെ മെൻഡലേഫിന്റെ പീരിയോഡിക് ടേബിളിന്റെ പ്രത്യേകത എന്തായിരുന്നു, അദ്ദേഹം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പീരിയോഡിക് ടേബിൾ തയ്യാറാക്കിയിരുന്നത്, ആറ്റോമിക് മാസിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അല്ലെ. പക്ഷെ ഈ ആറ്റോമിക് മാസിന്റെ ഇൻക്രീസിങ് ഓർഡറിലാണെങ്കിൽ പോലും തന്നെ എല്ലാ സ്ഥലത്തും അദ്ദേഹത്തിന് കറക്റ്റ് ആയിട്ട് അത് ഫോളോ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നോ, ഇല്ലായിരുന്നു. എന്നാൽ നോക്കിക്കേ, എലമെന്റ്സ് ആർ അറേഞ്ച്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ആറ്റോമിക് നമ്പർ. ദിസ് കൈൻഡ് ഓഫ് എ irregularity in atomic mass is relevant in the modern periodic table. പക്ഷെ ഇദ്ദേഹം എന്താ ചെയ്തത്, നമ്മുടെ മോസ്റ്റ്ലി എന്താ ചെയ്തത്, ആറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ പീരിയോഡിക് ടേബിള് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആറ്റോമിക് മാസിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രസക്തി ഉണ്ടോ, ഇല്ല അല്ലെ. എന്തെങ്കിലും തരത്തിലുള്ള ക്രമരാഹിത്യം അല്ലെ, ആറ്റോമിക് മാസ് ഇവിടെ നമ്മൾ മൈൻഡ് ആക്കുന്നില്ല എന്നർത്ഥം കേട്ടോ. ഇവിടെ എന്ത് മാത്രമേ മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ത് മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ, നമ്മുടെ ആറ്റോമിക് നമ്പർ മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ. നെക്സ്റ്റ് അടുത്തത്, പീരിയോഡിക് ടേബിൾ ഓഫ് എ വേരിയസ് ഫോം ഓഫ് ഹാവ് ബീൻ ഡെവലപ്ഡ് ഫ്രം ടൈം ടു ടൈം. അപ്പൊ എന്താ പറഞ്ഞ, ടൈം ഫ്രം ടൈം എന്നാ പറഞ്ഞേക്കുന്നത് കേട്ടോ. വിവിധ രൂപങ്ങളിലുള്ള പീരിയോഡിക് ടേബിൾ എന്ത് ചെയ്തിട്ടുണ്ട്, കാലങ്ങളായിട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ഇത് പീരിയോഡിക് ടേബിൾ വിച്ച് ഇൻക്ലൂഡ് എത്ര എലമെന്റ്സ് ഉണ്ടെന്നാ പറഞ്ഞേക്കുന്നത്, 118 എലമെന്റ്സ് ഉണ്ട് അല്ലെ. അപ്പൊ എത്രയാണ്, 118 എലമെന്റ്സ് ഉണ്ട്. എലമെന്റ്സ് ഈസ് എ വൈഡ്ലി യൂസ്ഡ് ഉണ്ടാവും. അപ്പൊ ഇപ്പൊ എത്ര എലമെന്റ്സ് ഉള്ളത്, 118 എലമെന്റ്സ് ആണ് ഉള്ളത് കേട്ടോ. നെക്സ്റ്റ് എന്താ പറഞ്ഞേക്കുന്നത്, ഇൻ ദ പീരിയോഡിക് ടേബിൾ ദ ഹൊറിസോണ്ടൽ റോസ് ആർ കോൾഡ് പീരീഡ്സ് ആൻഡ് വെർട്ടിക്കൽ റോസ് ആർ കോൾഡ് ഗ്രൂപ്പ്സ്. ദ എലമെന്റ്സ് ബിലോങ് ടു ദ സെയിം ഗ്രൂപ്പ്സ് എക്സിബിറ്റ് സിമിലർലി ഇൻ ദ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. അപ്പോൾ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഹൊറിസോണ്ടൽ ആയിട്ട് കാണുന്ന റോയിനെ നമ്മൾ പീരീഡ്സ് എന്നാണ് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്, പീരീഡ്സ് എന്നാണ് വിളിക്കുന്നത്. ഇനി വെർട്ടിക്കൽ ആയിട്ട് കാണുന്നതിന് നമ്മൾ എന്താ വിളിക്കുന്നത്, ഗ്രൂപ്പ് എന്നാണ് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്, ഗ്രൂപ്പ് എന്നാണ് വിളിക്കുന്നത്. നെക്സ്റ്റ് അടുത്തത് പീരിയോഡിക് ടേബിളിന്റെ അറേഞ്ച്മെന്റ് ആണ് കേട്ടോ. പീരിയോഡിക് ടേബിൾ ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ 1, 2, 3, 4, 5 എന്ന് കൊടുത്തിട്ടുണ്ടോ, 7 വരെ കൊടുത്തേക്കുന്നുണ്ടോ. അപ്പൊ 7 പീരീഡ്സ് ആണുള്ളത് കേട്ടോ. എത്ര പീരീഡ്സ് ആണുള്ളത്, 7 പീരീഡ്സ് ആണുള്ളത്. അപ്പൊ മിസ്സിന് ഇത് ചെരിച്ച് കാണിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ്. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, പുസ്തകം എടുത്ത് ഈ കൂടെ തന്നെ നോക്കുക കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് പീരീഡ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് പീരീഡ്സ് കേട്ടോ. ഇങ്ങനെ നേരെയാണ് എന്തെന്ന് പറയുന്നത്, പീരീഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അടുത്തത് എന്താണ്, ഹൊറിസോണ്ടലി കാണപ്പെടുന്നു എന്ന് പറയുന്നുണ്ട് അല്ലെ. അടുത്തത് വെർട്ടിക്കലി. വെർട്ടിക്കലി എന്ന് വെച്ചാൽ എന്താണ്, ഇങ്ങനെയാണ് എന്ത് കാണപ്പെടുന്നത്, ഗ്രൂപ്പ് കാണപ്പെടുന്നത് കേട്ടോ. അപ്പൊ എത്ര ഗ്രൂപ്പാണുള്ളത്, 18 ഗ്രൂപ്പ്സ് ഉണ്ട് കേട്ടോ. എത്ര ഗ്രൂപ്പ് ഉണ്ട്, 18 ഗ്രൂപ്പുകളാണ് ഉള്ളത്. അപ്പൊ നോക്കി വെക്കണേ, എക്സാമിൽ ചോദിക്കും കേട്ടോ. എത്ര പീരീഡ്സ് ഉണ്ട്, എത്ര ഗ്രൂപ്പ് ഉണ്ടെന്ന് വെച്ചാൽ എത്ര പേരാണ് 18 ഗ്രൂപ്പ്സ് ആണ് ഉള്ളത് കേട്ടോ. ഇത് നെക്സ്റ്റ് നിങ്ങളുടെ ചെറിയൊരു
അറിവിലേക്ക് തന്നിരിക്കുന്ന കാര്യമാണ്. കണ്ടുപിടിച്ച കുറച്ച് മൂലകങ്ങളാണ്. ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. ഏതൊക്കെയാണ് ആ മൂലകങ്ങൾ എന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക. ലെറ്റ്സ് സ്റ്റഡി മോർ അബൌട്ട് ദ പ്രോപ്പർട്ടീസ് ഓഫ് എലിമെന്റ്സ് ആൻഡ് ദ മെറിറ്റ്സ് ഓഫ് ദ സയന്റിഫിക് ക്ലാസിഫിക്കേഷൻ ഇൻ ദ ഡീറ്റെയിൽസ്. ഇനി അടുത്ത സെക്ഷനിലേക്ക് പോവാണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എലിമെന്റ്സ് ആൻഡ് ദർ പൊസിഷൻ ഇൻ ദ പീരിയോഡിക് ടേബിൾ. അനലൈസ് ദ മോഡേൺ പീരിയോഡിക് ടേബിൾ. അപ്പൊ എന്റെ കുഞ്ഞു കൂട്ടുകാർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മിസ് ഈ ഒരു പോർഷൻ പറയുമ്പോൾ തന്നെ നിങ്ങൾ പീരിയോഡിക് ടേബിൾ ജസ്റ്റ് ഒന്ന് തുറന്നു വെക്കണേ. ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. എന്നിട്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റിന് ആൻസർ ചെയ്യാൻ. ഹൗ മെനി പീരീഡ്സ് ആർ ദർ? അപ്പൊ നമ്മൾ ജസ്റ്റ് മോളിൽ പറഞ്ഞിരുന്നു എത്ര പീരീഡ്സ് ഉണ്ട്? 7 പീരീഡ്സ് ഉണ്ട് അല്ലെ? എത്ര പീരീഡ്സ് ആണുള്ളത്? 7 പീരീഡ്സ് ഉണ്ട്. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 7 ആണ്. 7 പീരീഡ്സ് ഉണ്ട്. റൈറ്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് എ ഗ്രൂപ്പ്സ്. ഗ്രൂപ്പ്സ് എത്രയാണുള്ളത്? 18 ആണുള്ളത് കേട്ടോ. എത്രയാണുള്ളത്? 18 ഉണ്ട്. നെക്സ്റ്റ് അടുത്ത് എന്താണ്? വിച്ച് പീരീഡ്സ് ഹാസ് എ ലീസ്റ്റ് നമ്പർ ഓഫ് ദ എലിമെന്റ്. അപ്പൊ ഏറ്റവും കുറവ് എങ്ങനെയാണ് വെച്ചേക്കുന്നത്? ഏറ്റവും കുറവ് എലമെന്റ്സ് ഉള്ള പീരീഡ് ഏതാണ്? അപ്പൊ ഏറ്റവും കുറവ് എലമെന്റ്സ് ഉള്ള പീരീഡ് ഒന്നാമത്തെ പീരീഡ് ആണ്. എത്രാമത്തെ പീരീഡ് ആണ്? ഒന്നാമത്തെ പീരീഡ് ആണ്. ഒന്ന് ശ്രദ്ധിച്ചു, ഒന്നാമത്തെ പീരീഡിൽ ഇവിടെ ഒരു എലമെന്റ് ഉണ്ട്, അത് നമ്മുടെ ഹൈഡ്രജൻ ആണ്. പിന്നെ നേരെ കിടക്കുന്നത് ഇവിടെയാണ് കേട്ടോ. അപ്പൊ ആകെ എത്ര എലമെന്റ്സേ ഉള്ളൂ? 2 എലമെന്റ്സേ ഉള്ളൂ. എത്ര എലമെന്റ്സേ ഉള്ളൂ? 2 എലമെന്റ്സേ ഉള്ളൂ. അപ്പൊ ഏത് പീരീഡ് ആണെന്ന് ചോദിച്ചാലാണ് ഏറ്റവും കുറവ് എലമെന്റ്സ് ഉള്ള പീരീഡ് എന്ന് വെച്ചാൽ ഒന്നാമത്തെ പീരീഡ് ആണ്. എത്ര എലമെന്റ്സ് ആണുള്ളത്? 2 എലമെന്റ്സ് ആയേ ഉള്ളൂ. എത്ര എലമെന്റ്സേ ഉള്ളൂ? 2 എലമെന്റ്സ് അവിടെ ആകെപ്പാടെ ഉള്ളൂ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? Are the numbers of elements in the period 2 and 3 the same? അപ്പൊ ചോദിച്ചേക്കുന്നത് എങ്ങനെയാണ്? രണ്ടാമത്തെ പീരീഡിലും അതേപോലെ തന്നെ മൂന്നാമത്തെ പീരീഡിലുമുള്ള എലിമെന്റ്സിന്റെ എണ്ണം സെയിം ആണോ? ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ? നമുക്ക് എണ്ണി നോക്കാം. എത്ര ഉണ്ട് നോക്കിക്കേ. 1 രണ്ടാമത്തേതാണ്. 1 1 2 കേട്ടോ. പിന്നെ 2 3 4 5 6 7 8 കേട്ടോ. അപ്പൊ മൂന്നാമത്തെ പീരീഡിലും എത്ര തന്നെയാണ്? മൂന്നാമത്തെ പീരീഡിലും എത്ര തന്നെയാണ്? 8 തന്നെയാണ് കേട്ടോ. അപ്പൊ ചോദിച്ചേക്കുന്നത് എങ്ങനെയാണ്? എന്താ ചോദിച്ചേക്കുന്നത്? രണ്ടാമത്തെ പീരീഡിലും മൂന്നാമത്തെ പീരീഡിലും സെയിം എലിമെന്റ്സ് ആണ് ഉള്ളത്. യെസ് സെയിം ആണ് അല്ലെ? യെസ് എന്നില്ല അല്ലെ? യെസ് സെയിം ആണ്. എത്ര എലിമെന്റ്സ് വീതമാണുള്ളത്? 8 എലിമെന്റ്സ് വീതമാണുള്ളത് കേട്ടോ. ഹൗ മെനി എലിമെന്റ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ഫോർത്ത് പീരീഡ്? ഫോർത്ത് പീരീഡിൽ എത്ര എലിമെന്റ്സ് ഉണ്ട്? എണ്ണി നോക്കിയാൽ മതി അല്ലെ? ഫോർത്ത് പീരീഡ് എത്ര എലിമെന്റ്സ് ഉണ്ടെന്ന് അറിയാൻ വിഷയം ഉണ്ടോ? 1 2 3 4 5 6 7 അല്ലെ? അപ്പം നമ്മുടെ മാഗ്നീസിയം വരെ എത്രയാണ്? മാഗ്നീസ് വരെ 7 ആണ്. 8 9 10 11 13 14 15 16 17 18 അല്ലേ? അപ്പൊ എത്ര എലമെന്റ്സ് ഉള്ളത്? 18 എലമെന്റ്സ് ഉണ്ടാവും അല്ലെ? ഒന്ന് എണ്ണി നോക്കിക്കേ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18. എത്ര എലമെന്റ്സ് ഉള്ളത്? 18 എലമെന്റ്സ് ആണ് കേട്ടോ. ജസ്റ്റ് നിങ്ങളൊന്ന് എണ്ണി നോക്കണേ. 18 എലമെന്റ്സ് തന്നെയാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. 18 എലമെന്റ്സ്. നെക്സ്റ്റ് ചോദിച്ചേക്കുന്നത് വാട്ട് ഓൾ ഇൻഫർമേഷൻ അബൌട്ട് ആൻ എലിമെന്റ്സ് ക്യാൻ ബി ഒബ്റ്റെയിൻ ഫ്രം ദ പീരിയോഡിക് ടേബിൾ, നോട്ട് ഡൗൺ ദ സയന്റിഫിക് ഡയറി, സയൻസ് ഡയറി. ഇനി നിങ്ങളോട് പറഞ്ഞേക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് പീരിയോഡിക് ടേബിൾ കണ്ടിട്ട് അതിൽ നിന്ന് എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് കിട്ടുന്നത്? ഏതൊക്കെ ഇൻഫർമേഷൻ ആണ്? നെയിം കിട്ടും, സിമ്പിൾ കിട്ടും, അതേപോലെ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം അല്ലെ? ഒരാളെ എടുത്ത് നോക്കാം. ഏതൊക്കെയാണ് കിട്ടുന്നത്? ജസ്റ്റ് ഞാനതൊന്ന് വായിക്കട്ടെ. എന്തൊക്കെ കിട്ടുന്നുണ്ട്? നെയിം ഉണ്ട്, അതേപോലെ തന്നെ സിമ്പിൾ ഉണ്ട്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ട് അല്ലെ? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ട്. ആറ്റോമിക് നമ്പർ കിട്ടുമോ? കിട്ടും അല്ലെ? ആറ്റോമിക് നമ്പറും കിട്ടും. ഓക്കെ, പീരീഡ് ഗ്രൂപ്പ് ഒക്കെ കിട്ടും അല്ലെ? അപ്പൊ ഇവിടെ എഴുതി വെക്കുക കേട്ടോ. ഏതൊക്കെയാണുള്ളത്? നെയിം, സിമ്പിള്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ട്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ട് കേട്ടോ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ട്. പിന്നെന്താണ്? ആറ്റോമിക് നമ്പർ കിട്ടും അല്ലെ? ആറ്റോമിക് നമ്പർ കിട്ടും. ഓക്കെ, ജസ്റ്റ് അവിടെ എഴുതി വെക്കുക കേട്ടോ. നെക്സ്റ്റ് അടുത്ത സെക്ഷനിലേക്ക് പോയാലോ. എലിമെന്റ്സ് ഓഫ് എ ഗ്രൂപ്പ് 1 ആർ ഗിവൺ ഇൻ ദ ടേബിൾ. കംപ്ലീറ്റ് ദ ടേബിൾ 2.1. അപ്പൊ ഇവിടെ ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ ഏതാണ് എലമെന്റ്? ലിഥിയം ആണ്. സിമ്പിൾ ഏതാണ്? La ആണ്. ആറ്റോമിക് നമ്പർ എത്രയാണ് നോക്കിക്കേ? 3 ആണ് കേട്ടോ. അപ്പൊ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് വരുന്നത്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇടുന്ന ഓർമ്മയില്ലേ? K എന്ന് പറയുന്ന ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആയിരുന്നു? 2 ഇലക്ട്രോൺ. Lല് 8 ഇലക്ട്രോൺ. Mൽ എത്ര ഇലക്ട്രോൺ ആയിരുന്നു? ഓർമ്മയുണ്ടോ? 18 ഇലക്ട്രോൺ അല്ലേ? ഇനി Nൽ എത്ര ഇലക്ട്രോൺ ആയിരുന്നു? 32 ഇലക്ട്രോൺ ആയിരുന്നു, അല്ലെങ്കിൽ 32 ഇലക്ട്രോൺസ് ആയിരുന്നു അല്ലെ? അപ്പൊ നോക്കിക്കേ, ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്നത്?
3 ഉള്ളൂ അല്ലെ. അപ്പൊ 2, 1 എന്ന് വരും. ശരിയല്ലേ? അടുത്ത നോക്കിക്കേ, Na സോഡിയമാണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെ വരും 2, 8, 1 എന്ന് വരും. ശരിയല്ലേ? 10 1ആയി അല്ലേ. നെക്സ്റ്റ് അടുത്ത് നോക്കിക്കേ, പൊട്ടാസ്യം ആണ്. പൊട്ടാസ്യത്തിന്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 19 ആണ് കേട്ടോ. 19 ആണ്. സിമ്പിൾ എന്ന് പറയുന്നത് K ആണ്. സിമ്പിൾ എന്ന് പറയുന്നത് ഏതാണ്? K ആണ്. അടുത്തത് റുബീഡിയം ആണ്. റുബീഡിയത്തിന്റെ എത്രയാണ് ആറ്റോമിക് നമ്പർ? നമുക്ക് പീരിയോഡിക് ടേബിളിലോട്ട് പോയേക്കാം. അപ്പോൾ എളുപ്പമുണ്ടല്ലോ കണ്ടുപിടിക്കാൻ. നോക്കിക്കേ, പീരിയോഡിക് ടേബിളിലാണ് കിടക്കുന്നത് കേട്ടോ. റുബീഡിയത്തിന്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 37 ആണ്. എത്രയാണ്? 37. അപ്പൊ നമുക്ക് എഴുതി വെക്കാം. ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 37. നിങ്ങൾ പീരിയോഡിക് ടേബിൾ ചെക്ക് ചെയ്തിട്ട് തന്നെ കണ്ടുപിടിച്ചാൽ നല്ലതാണ് കേട്ടോ. 37. അടുത്ത ഏതാണ്? സീഷ്യം ആണ് കേട്ടോ. അപ്പൊ CS ആണ് അതിന്റെ സിമ്പിൾ എന്ന് പറയുന്നത്. ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 55 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് അടുത്ത് ഏതാണ്? ഫ്രാൻസിയം ആണ് അല്ലെ. ഫ്രാൻസിയത്തിന്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? ജസ്റ്റ് അതെല്ലാം കൂടെ കൂട്ടി നോക്കിയാൽ മതി. ജസ്റ്റ് നമ്മൾ പീരിയോഡിക് ടേബിൾ നോക്കുന്നേ ഉള്ളൂ കേട്ടോ. എത്രയാണ്? 87 ആണ്. 87 എന്ന് എഴുതുക. ആറ്റോമിക് നമ്പർ 87. ഓക്കെ. ഇനി നെക്സ്റ്റ് നിങ്ങൾ ഈ ടേബിളിലേക്ക് നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചു നോക്കണേ. നമ്മൾ ഇവിടെ 6 എലമെന്റ്സിന്റെ ആറ്റോമിക് നമ്പറും സിമ്പിളും അതേപോലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും പറഞ്ഞു അല്ലെ. ഒന്ന് ശ്രദ്ധിച്ചു നോക്കുകയെ, ഇതിന്റെ അവസാനത്തെ ഷെല്ലിൽ അല്ലെങ്കിൽ ലാസ്റ്റ് ഷെല്ലിൽ എല്ലായിടത്തും എത്ര ഇലക്ട്രോൺ വീതമാണ് വന്നിരിക്കുന്നത്? 1 വീതമാണ് വന്നിരിക്കുന്നത്. എത്ര വീതമാണ് വന്നിരിക്കുന്നത്? 1 വീതമാണ് വന്നിരിക്കുന്നത്. ഇത് എത്രാമത്തെ ഗ്രൂപ്പ് എലമെന്റ്സ് ആണ്? 1ാമത്തെ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഫസ്റ്റ് കിടക്കുന്ന ഗ്രൂപ്പിലെ എലമെന്റ്സ് അല്ലേ. അപ്പൊ ഇതിന്റെ അവസാന ഷെല്ലിൽ വന്നിരിക്കുന്ന നമ്പറും എത്ര തന്നെയാണ്? 1 തന്നെയാണ് അല്ലെ. ഹാവ് യു നോട്ടീസ്ഡ് എനി peculiarity regarding the number of the outermost electron in the elements of a group 1? ഒന്നാമത്തെ ഗ്രൂപ്പ് എലമെന്റ്സിൽ അല്ലെങ്കിൽ മൂലകങ്ങളിൽ ബാഹിതം ഇലക്ട്രോണുകളുടെ എണ്ണത്തിൽ എന്തെങ്കിലും പ്രത്യേകത അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോണിന് എന്തെങ്കിലും പ്രത്യേകത നിങ്ങൾ കാണുന്നുണ്ടോ? ഉണ്ട്. അപ്പൊ എന്താണ് പ്രത്യേകത എന്ന് പറയുന്നത്? എന്താണ്? ഇതിന്റെ ഏറ്റവും ലാസ്റ്റ് കിടക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ വീതമാണുള്ളത്? 1 വീതമാണുള്ളത്. With the help of periodic table, write the electronic configuration of the elements in the group 2. അപ്പൊ നിങ്ങളോട് എന്താ പറഞ്ഞേക്കുന്നത്? 2ാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം പീരിയോഡിക് ടേബിളിന്റെ സഹായത്തോടു കൂടി എഴുതാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ നോട്ട്ബുക്ക് എടുക്കുക, നമ്മുടെ പീരിയോഡിക് ടേബിൾ എടുക്കുക. പീരിയോഡിക് ടേബിൾ എടുത്തിട്ട് ഇതാണ് 2ാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ഇതാണ് 2ാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ താഴോട്ട് ഇതേപോലെ ടേബിൾ വരച്ചിട്ട് ആദ്യം ഏതാണോ മൂലകം അല്ലെങ്കിൽ എലമെന്റ് ഏതാണോ എലമെന്റ് പേര്, ഇപ്പൊ ബെറിലിയം ആണെങ്കിൽ ബെറിലിയം എന്ന് എഴുതുക. അതിന്റെ സിമ്പിൾ എന്ന് പറയുന്നത് B ആണ്. ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 4 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കിക്കേ 2, 2 ആണ്. നെക്സ്റ്റ് അടുത്ത് മഗ്നീഷ്യത്തിന്റെ പേര് എഴുതുക. അതിന്റെ സിമ്പിൾ എന്ന് പറയുന്നത് Mg ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ജസ്റ്റ് ഒരു പ്രത്യേകത ഉണ്ട്. ഇതിന്റെ അവസാനത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോണാണ് വന്നേക്കുന്നത്? 2, 2, 2, 2, 2, 2. ശരിയല്ലേ? അവസാനത്തെ ഷെല്ലിൽ മൊത്തം എത്ര ഇലക്ട്രോൺ വീതമാണ് വന്നിരിക്കുന്നത്? 2 അല്ലെങ്കിൽ 2 ഇലക്ട്രോൺസ് വീതമാണ് വന്നിരിക്കുന്നത്. ഒന്നും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണേ. അപ്പൊ ഒന്നാമത്തെ ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്തായിരുന്നു? ഇതിന്റെ ഏറ്റവും ലാസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ വീതമായിരുന്നു? ഏറ്റവും ലാസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ വീതമായിരുന്നു? 1 വീതമായിരുന്നു. ഇനി 2ാമത്തെ ഗ്രൂപ്പ് എടുത്താൽ ഏറ്റവും അവസാന ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ വീതമാണ് വരുന്നത്? അല്ലെങ്കിൽ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ വീതമാണ് വരുന്നത്? 2 വീതമാണ് വരുന്നത് അല്ലേ. It is clear that the number of the outermost electron of the elements in the given group are the same. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്താണ്? ഏതാണോ ഗ്രൂപ്പ്, ആ ഗ്രൂപ്പ് ഏതാണോ ഒരേ ഗ്രൂപ്പിൽപ്പെട്ട മൂലകങ്ങളുടെ ബാഹിതം ഇലക്ട്രോണുകളുടെ എണ്ണവും ഒരേ ഗ്രൂപ്പിൽപ്പെട്ട ഇലക്ട്രോൺ ആണെങ്കിൽ അവരുടെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ കിടക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണവും തുല്യമായിരിക്കും എന്നാ പറയുന്നത് കേട്ടോ, അല്ലെങ്കിൽ സെയിം ആയിരിക്കും. ഇപ്പൊ ഒന്നാമത്തെ ഗ്രൂപ്പ്, 2ാമത്തെ ഗ്രൂപ്പ് എടുക്കുക. 1ാമത്തെ ഗ്രൂപ്പിലുള്ള 6 എലമെന്റ്സ് നമ്മൾ പറഞ്ഞു അല്ലെ. 1ാമത്തെ ഗ്രൂപ്പിൽ എത്ര എലമെന്റ്സ് പറഞ്ഞു? 6 എലമെന്റ്സ് പറഞ്ഞു. ഇതിന്റെ എല്ലാം ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആണ് കിടക്കുന്നത്? 1 ഇലക്ട്രോൺ ആണ് കിടക്കുന്നത്. ഇനി 2ാമത്തെ ഗ്രൂപ്പിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? ഏകദേശം 5 ഇലക്ട്രോൺസ് ഉണ്ട്. ഇതിന്റെ എല്ലാം ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആണ് കിടക്കുന്നത്? 2 ഇലക്ട്രോൺ ആണ് കിടക്കുന്നത് അല്ലെ. അപ്പൊ എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? 1ാമത്തെ ഗ്രൂപ്പ് ആകുമ്പോൾ അതിന്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ഉണ്ടാവുക. 2ാമത്തെ ഗ്രൂപ്പ് ആകുമ്പോൾ ഇതിന്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ വീതമാണ് ഉണ്ടാവുക? 2 ഇലക്ട്രോൺ വീതമാണ് ഉണ്ടാവുക. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് ദ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് ഇൻ ദം. യൂഷ്വലി ദസ് ഇലക്ട്രോൺ ടേക്ക് പാർട്ട് ഇൻ ദ കെമിക്കൽ റിയാക്ഷൻ. അപ്പൊ എന്താണ്? നമ്മുടെ കെമിക്കൽ റിയാക്ഷന് വേണ്ടി അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടാൻ വേണ്ടി എവിടുന്നാണ് ഇലക്ട്രോൺസ് ഏറ്റവും ആദ്യം പോവുക? ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള ഷെല്ലിൽ നിന്നാണ് പെട്ടെന്ന്
കെമിക്കൽ റിയാക്ഷന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് സാധാരണയായിട്ട് പോകുന്നത്. ബേസ്ഡ് ഓൺ ദ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എലമെന്റ്സ് ഇൻ ഈച്ച് ഗ്രൂപ്പ്. അപ്പോൾ ഓരോ ഗ്രൂപ്പിലുമുള്ള എലമെന്റ്സിന്റെ ക്യാരക്ടറാണ് നമ്മൾ പറയുന്നത് കേട്ടോ. They can be considered as a families. A table enlisting the various families of a elements in given below. അപ്പോൾ ഓരോ ഫാമിലീസിന്റെയും എന്ത് കൊടുത്തിട്ടുണ്ട്, നെയിംസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രൂപ്പ് നമ്പർ ഫസ്റ്റ് വണ്. ഒന്നാമത്തെ ഗ്രൂപ്പിന് നമ്മൾ എന്താ പറയുന്നത്, ആൽക്കലി മെറ്റൽസ് എന്നാണ്. രണ്ടാമത്താണെങ്കിൽ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആണ്. 3 മുതൽ 12 വരെ ട്രാൻസിഷൻ എലമെന്റ്സ് ആണ് കേട്ടോ. 13 ആണെങ്കിൽ ബോറോൺ ഫാമിലിയാണ്. 14 കാർബൺ ആണ്. 15 ആണെങ്കിൽ നൈട്രജൻ ഫാമിലിയാണ്. 16 ഓക്സിജൻ ഫാമിലിയാണ്. 17 ഹാലജൻസ് ആണ് കേട്ടോ. 18 ആണെങ്കിൽ ഏതാണ്, നോബിൾ ഗ്യാസസ് ആണ് കേട്ടോ. നെക്സ്റ്റ് അടുത്ത പോർഷനിലോട്ട് പോവാം അല്ലെ. അടുത്ത പോർഷൻ എന്ന് പറയുന്നത് മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് ആണ് കേട്ടോ. ഏതാണ്, പ്രധാന ഗ്രൂപ്പ് എലമെന്റ്സ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം അല്ലെ എന്തൊക്കെയാണ് ഇതിൽ പറയുന്നത്. എക്സാമിൻ ദ എലമെന്റ്സ് ബിലോങ്ങിങ് ടു ഗ്രൂപ്പ് 1, 2 ആൻഡ് 13 to 18 ഇൻ ദ പീരിയോഡിക് ടേബിൾ. അപ്പൊ നിങ്ങളോട് ഏതൊക്കെ ഗ്രൂപ്പ് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്, 1 നോക്കണം, 2 നോക്കണം, അതേപോലെ തന്നെ 13 to 18 നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. വിച്ച് ഓഫ് ദസ് എലമെന്റ്സ് ആർ ഫെമിലിയർ ടു യു. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഏതെല്ലാം അറിയാവുന്ന എലമെന്റ്സ് അല്ലെങ്കിൽ മൂലകങ്ങൾ ഉണ്ട് എന്നാ ചോദിച്ചേക്കുന്നത്. അത് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് എഴുതണം കേട്ടോ, നിങ്ങൾക്ക് ഏതൊക്കെ അറിയാം എന്നുള്ളത്. നെക്സ്റ്റ് അടുത്തത് പറഞ്ഞേക്കുന്നത് റൈറ്റ് ദ എക്സാമ്പിൾ ഓഫ് മെറ്റൽസ് എമംഗ് ദസ് എലമെന്റ്സ്. ഞാൻ ജസ്റ്റ് പീരിയോഡിക് ടേബിൾ ഒന്ന് കാണിച്ചു തരാവേ, ഏതൊക്കെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്നുള്ളത്, ഏതൊക്കെ ഗ്രൂപ്പ്സാണ് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ നോക്കിക്കേ, ഇത് ഒന്നാമത്തെ ഗ്രൂപ്പാണ്, ഇത് രണ്ടാമത്തെ ഗ്രൂപ്പാണ് കേട്ടോ. അപ്പൊ ഇതിൽ ഏതൊക്കെ നിങ്ങൾക്ക് ഇവിടം വരെ അറിയുന്നുണ്ട് എന്നുള്ളത് ജസ്റ്റ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് അവിടെ എഴുതുക. അതുപോലെ തന്നെ ഇത് 13 ആണ്, 14, 15, 16, 17, 18 കേട്ടോ. അപ്പൊ ഇത്രയും ഗ്രൂപ്പാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ചെക്ക് ചെയ്യേണ്ടത് കേട്ടോ. ഇതിൽ ഏതൊക്കെ നിങ്ങൾക്ക് അറിയാം എന്നുള്ളത് അല്ലെങ്കിൽ ഏതൊക്കെ എലമെന്റ്സ് അറിയാം എന്നുള്ളത് ജസ്റ്റ് അവിടെ ഒന്ന് എഴുതി വെക്കണേ. നെക്സ്റ്റ് അടുത്ത് എന്താ പറയുന്നത് നോക്കിയാലോ. നെക്സ്റ്റ് എന്താ ചോദിച്ചേക്കുന്നത്, റൈറ്റ് ദ എക്സാമ്പിൾസ് ഓഫ് മെറ്റൽസ് എമംഗ് ദിസ് എലമെന്റ്സ്. ഇതിൽ നിന്ന് ഏതൊക്കെയാണ് മെറ്റൽസ് എന്നാ ചോദിച്ചേക്കുന്നത്. അപ്പൊ കുറച്ച് മെറ്റൽസ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. എൻ എന്ന് വെച്ചാൽ ആരാണ്, സോഡിയം ആണ് കേട്ടോ. എൻ എന്ന് വെച്ചാൽ ആരാണ്, സോഡിയം ആണ്. എ എന്ന് വെച്ചാൽ ആരാണ്, അലുമിനിയം ആണ് കേട്ടോ. എ മീൻസ് ആരാണ്, അലുമിനിയം. നെക്സ്റ്റ് ആരാണ്, എസ് എന്ന് വെച്ചാൽ ടിൻ ആണ് കേട്ടോ. എസ് എന്ന് വെച്ചാൽ ആരാണ്, ടിൻ ആണ്. ഇനി അടുത്ത് വെച്ചേക്കുന്നത് ഡു ദിസ് എലമെന്റ്സ് ഇൻക്ലൂഡഡ് നോൺ മെറ്റൽസ്. ഇതിൽ ആര് ഇൻക്ലൂഡഡ് ആണോ, നോൺ മെറ്റൽസ് എന്ന് വെച്ചാൽ ആരാണ്, അലോഹങ്ങൾ ഇൻക്ലൂഡഡ് ആണോ എന്ന് ചോദിച്ചേക്കുന്നത് കേട്ടോ. അലോഹങ്ങൾ ഇൻക്ലൂഡഡ് ആണോ, അതെ കേട്ടോ, യെസ് എന്നാണ് അതിന് ആൻസർ. ഇനി നെക്സ്റ്റ് അലോഹങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. ഏതൊക്കെയാണ് അലോഹങ്ങൾ. ഫസ്റ്റ് വണ് ഒന്ന് ഞാൻ ഇവിടെ എഴുതാം. ഫോസ്ഫറസ് ഒരു അലോഹമാണ് കേട്ടോ. ഫോസ്ഫറസ് എഴുതാം, ഇത് 6 ആണേ. ഫോസ്ഫറസ് എഴുതാം. നെക്സ്റ്റ് ആരെ എഴുതാം, ഫ്ലൂറിൻ എഴുതാം കേട്ടോ. നെക്സ്റ്റ് ഫ്ലൂറിൻ കേട്ടോ. ഫോസ്ഫറസ്, ഫ്ലൂറിൻ എഴുതാം. ദെൻ ഹീലിയം എഴുതാം, ഹീലിയം എഴുതാം. നൈട്രജൻ എഴുതാം, ഹീലിയം, നൈട്രജൻ എഴുതാം. പിന്നെ ആരൊക്കെ ഉണ്ട്, കുറെ ഞാൻ എഴുതി വെക്കുന്നില്ലേ, നിങ്ങളൊന്ന് എഴുതിയാൽ മതിയേ. ഫോസ്ഫറസ് ഉണ്ട്, ഫ്ലൂറിൻ ഉണ്ട്, ഹീലിയം ഉണ്ട്, നൈട്രജൻ എഴുതാം, ഓക്സിജൻ എഴുതാം, നിയോൺ എഴുതാം, പിന്നെ ഏതാണ്, കാർബൺ എഴുതാം. ഇതെല്ലാം എന്താണ്, നോൺ മെറ്റൽസ് ആണ് കേട്ടോ. ഇതെല്ലാം എന്താണ്, നോൺ മെറ്റൽസ് ആണ്. നെക്സ്റ്റ് അടുത്ത് നമുക്ക് നോക്കാം. ഡു These groups included elements belong to the solid state, liquid state and gaseous state എന്നാ പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പൊ എന്താ നിങ്ങളോട് പറഞ്ഞേക്കുന്നത്, ഇവിടെ പറഞ്ഞേക്കുന്ന സ്റ്റേറ്റുകൾ ഏതൊക്കെയാണ്, സോളിഡ്, ലിക്വിഡ്, ഗ്യാസസ് ആണ് അല്ലെ. അപ്പൊ എന്താ ഈ സ്റ്റേറ്റുകൾ എന്ന് വെച്ചാൽ, സോളിഡ് എന്ന് വെച്ചാൽ എന്താണ്, ഖരം അല്ലെ, ഖരപദാർത്ഥങ്ങളാണ് അല്ലെ. ഖരപദാർത്ഥങ്ങൾ നമ്മുടെ ഫോർ എക്സാമ്പിൾ നമ്മുടെ കല്ല് അല്ലെ, സ്റ്റോൺ എന്ന് പറയുന്നത് സോളിഡിന് എക്സാമ്പിൾ ആണ്. ലിക്വിഡ് എന്ന് വെച്ചാൽ എന്താണ്, ലിക്വിഡ് എന്ന് വെച്ചാൽ ലിക്വിഡ് ഫോമിൽ കാണപ്പെടുന്നത്, വാട്ടർ അതിനൊരു എക്സാമ്പിൾ ആണ് അല്ലെ. ഗ്യാസസ് മീൻസ് എന്താണ്, നൈട്രജൻ, ഓക്സിജൻ ഒക്കെ എന്താണ്, ഗ്യാസസ് ആണ്. അപ്പൊ അത് ഇതിൽ ഇൻക്ലൂഡഡ് ആണോ എന്നാ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അതെല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണോടാ, അതെല്ലേ. ഏതൊക്കെയാണ്, ഇതെല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ് അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിൽ പെട്ടിട്ടുണ്ട്. ഇനി ചോദിച്ചേക്കുന്നത് സോളിഡ് സ്റ്റേറ്റ് ഏതൊക്കെ എലമെന്റ്സ് ആണ് സോളിഡ് സ്റ്റേറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെ എലമെന്റ്സ് ആണ്, നമുക്ക് ലിഥിയം, പൊട്ടാസ്യം പറയാം കേട്ടോ. ഏത് പറയാം, ലിഥിയം പറയാം. പിന്നെ ഏതാ പറയുന്നത്, ലിഥിയം പറയാം, പൊട്ടാസ്യം പറയാം കേട്ടോ. ലിഥിയം, പൊട്ടാസ്യം. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ലിക്വിഡ് സ്റ്റേറ്റ് ആണ് അല്ലേ. ഏത് പറയാം, ബ്രോമിൻ പറയാം കേട്ടോ. ലിക്വിഡ് സ്റ്റേറ്റിന് നമുക്ക് ബ്രോമിൻ പറയാം. നെക്സ്റ്റ് അടുത്ത ഏതാണ്, ഗ്യാസിന് എക്സാമ്പിൾ ആണ് കേട്ടോ. ഗ്യാസിന് എക്സാമ്പിൾ ഏതാണ്, നിയോൺ പറയാം, ഓക്സിജൻ പറയാം.
ഓക്സിജൻ പിന്നെ നൈട്രജൻ പറയാം കേട്ടോ. ഓക്സിജൻ, ദെൻ നൈട്രജൻ, കാർബൺ ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ഗ്യാസ് സ്റ്റേറ്റിന് എക്സാമ്പിൾ ആണ് കേട്ടോ. ബ്രോമിന് ഇവിടെ സീഷ്യം പറയാം കേട്ടോ. സീഷ്യം അവിടെ പറയാം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? 1, 2, 13, 18 വരെയുള്ള ഗ്രൂപ്പുകളിൽ അല്ലെ 1, 2 ഗ്രൂപ്പ് മാത്രം എടുത്തു. അതേപോലെ തന്നെ 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പ്സ് എടുത്തു. അതില് നിങ്ങൾക്ക് അറിയാവുന്ന എലമെന്റ്സ് എഴുതണം. ഫസ്റ്റ് 1. രണ്ടാമത്തെ ഏതാണ്? മെറ്റൽസ് ഏതൊക്കെയാണ് നമ്മൾ എഴുതിയില്ലേ? അപ്പൊ കുറച്ച് മെറ്റൽസ് നമ്മൾ ഇതിൽ നിന്ന് തെരഞ്ഞെടുത്ത് എഴുതിയിട്ടുണ്ട്. നോൺ മെറ്റൽസ് കുറച്ച് എഴുതി. ഇനി ഇതിന് 3ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഏതൊക്കെയാണ്? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അപ്പൊ അത് ഏതൊക്കെയാണ് എന്നുള്ളത് എക്സാമ്പിളും നമ്മൾ ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പറയുന്നത് മെറ്റലോയിഡ്സ് ആർ ഓൾസോ പ്രസന്റ് ഇൻ ദിസ് ഗ്രൂപ്പ്. അപ്പൊ എന്താ ഇൻ ദിസ് ഗ്രൂപ്പ്? ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഇതിൽ ഓൾറെഡി എന്തുണ്ടെന്നാ പറഞ്ഞേക്കുന്നത്? മെറ്റലോയിഡ്സ് ഉണ്ട്. മെറ്റലോയിഡ് എന്ന് വെച്ചാൽ ഉപലോഹങ്ങൾ എന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ മലയാളത്തില്. എലമെന്റ്സ് എക്സിബിറ്റിംഗ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ബോത്ത് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് ആർ ഓൾസോ നോൺ ആസ് എന്താണ്? മെറ്റലോയിഡ്സ് ആണ് കേട്ടോ. അപ്പൊ എന്താ മെറ്റലോയിഡ്സ് എന്ന് വെച്ചാൽ എന്താണ്? മെറ്റൽസിന്റെ ക്യാരക്ടറും കാണിക്കും, അതേപോലെ തന്നെ നോൺ മെറ്റൽസിന്റെ പ്രോപ്പർട്ടീസും കാണിക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മെറ്റലോയിഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, എന്താ മെറ്റലോയിഡ്സ് എന്ന് വെച്ചാൽ എന്താണ്? അതിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ബോത്ത് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് ഉണ്ടാവും. മെറ്റൽസിന്റെ സ്വഭാവം കാണിക്കും, അതേപോലെ തന്നെ നോൺ മെറ്റൽസിന്റെ സ്വഭാവം കാണിക്കും. ഏതൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? സിലിക്കൺ കൊടുത്തിട്ടുണ്ട്, ജെർമേനിയം കൊടുത്തിട്ടുണ്ട്, പിന്നെന്താണ്? അൾസനിക് കൊടുത്തിട്ടുണ്ട് അല്ലെ. പിന്നെന്താണ്? ആന്റിമണി ഉണ്ട്. പിന്നെ ഇതൊക്കെ ഇതിന് എക്സാമ്പിൾസ് ആണ് കേട്ടോ. എന്തിന് എക്സാമ്പിൾ ആണ്? മെറ്റലോയിഡ്സിന് എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് അടുത്ത പോയിന്റ് എന്താ കൊടുത്തിരിക്കുന്നത്? The elements in group 1 and group 2 and group 13 to 18 are നോൺ ആസ് എ മെയിൻ ഗ്രൂപ്പ്. അപ്പൊ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഏതൊക്കെയാണ് മെയിൻ ഗ്രൂപ്പ് ചോദിച്ചാൽ നിങ്ങൾ ഏതൊക്കെയാണ് എഴുതുന്നത്? ഗ്രൂപ്പ് 1, 2 അല്ലെ. പിന്നെ എത്രയാണ്? 13 to 18 എന്ന് പറയുന്നത് എന്ത് ഗ്രൂപ്പ്സ് ആണ്? മെയിൻ ഗ്രൂപ്പ്സ് എന്നാണ് അറിയപ്പെടുന്നത്. മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് എന്ന് അറിയപ്പെടുന്നു അല്ലെ. Let us examine another characteristics of the main group elements. Main group elements in the periods 2 and 3 in the periodic table are given below. ഇനി നെക്സ്റ്റ് അടുത്ത് നമ്മൾ ഏതാണ്? മെയിൻ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് ഏതൊക്കെ പീരീഡ്സിലാണ് പറഞ്ഞേക്കുന്നത്? ഏതൊക്കെ പീരീഡ് ആണ്? 2ലും 3ലുമാണ് കാണപ്പെടുന്നത്. മെയിൻ ഗ്രൂപ്പ്സ് എവിടെ കാണപ്പെടുന്നത്? 2 എന്ന് പറയുന്ന പീരീഡിലും അതേപോലെ തന്നെ 3 എന്ന പീരീഡിലുമാണ് കാണപ്പെടുന്നത്. നെക്സ്റ്റ് നോക്കാം കേട്ടോ. ഇവിടെ നോക്കിക്കേ, ഇതിന്റെ 1, 2 അതേപോലെ 13, 14, 15, 16, 17, 18 എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പൊ രണ്ടാമത്തെ പീരീഡിലാണ് കിടക്കുന്നത്. ഒന്നാമത്തെ സെക്ഷൻ രണ്ടാമത്തെ പീരീഡിലും അതേപോലെ തന്നെ രണ്ടാമത്തെ സെക്ഷൻ ഏതാണ്? മൂന്നാമത്തെ പീരീഡിലുമായിട്ട് കിടക്കുന്നു അല്ലെ. ഇനി ഇതിൽ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം. How does electron filling take place in the outermost shell of these elements? അപ്പൊ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഇവിടെ നമ്മളൊരു ടേബിൾ കണ്ടിട്ടുണ്ട്. എലമെന്റ്സിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ എത്ര ഇലക്ട്രോൺസ് വന്നാണ് എത്തുന്നത് എന്ന് നിങ്ങളോടൊന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ ഫസ്റ്റ് ഒന്നാമത്തെ ഗ്രൂപ്പിൽ കിടക്കുന്ന എലമെന്റ് ആണ് ലിഥിയം എന്ന് പറയുന്നത്. ലിഥിയത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആണുള്ളത്? 1 ഇലക്ട്രോൺ ആണുള്ളത് അല്ലെ. എത്ര ഇലക്ട്രോൺ ആണുള്ളത്? 1 ഇലക്ട്രോൺ. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പിൽ കിടക്കുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? ലിഥിയം, ബെർലിയം എന്ന് പറയുന്നത് അല്ലെ. ബെർലിയത്തിന്റെ എത്ര ഇലക്ട്രോൺ ആണ് ഉള്ളത് നോക്കിക്കേ. 2 ഇലക്ട്രോൺ ആണ് ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഉള്ളത്. അടുത്ത ഇതാണ് 13ാമത്തെ ഗ്രൂപ്പിൽ കിടക്കുന്ന ആളാരാണ്? ബോറോൺ ആണ് കേട്ടോ. ബോറോണിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആണുള്ളത്? 3 ഇലക്ട്രോൺ. നെക്സ്റ്റ് അടുത്തത് 14ാമത്തെ ഗ്രൂപ്പിൽ കിടക്കുന്നത് കാർബൺ ആണ്. കാർബണിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആണുള്ളത്? 4 ഇലക്ട്രോൺ ആണ് അല്ലെ. ഈ 5 എന്ന് പറയുന്ന ആറ്റോമിക് നമ്പർ ആണ് കേട്ടോ. ഈ 6 എന്ന് പറയുന്നത് എന്താണ്? ആറ്റോമിക് നമ്പർ ആണ്. നെക്സ്റ്റ് 7ാമത്തെ മൂലകം, 15ാമത്തെ ഗ്രൂപ്പിൽ കിടക്കുന്ന 7ാമത്തെ മൂലകമാണ് നൈട്രജൻ എന്ന് പറയുന്നത്. നൈട്രജന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആണുള്ളത്? 5 ഇലക്ട്രോൺ ആണ് ഉള്ളത് കേട്ടോ. ഇനി 8ാമത്തെ മൂലകം നമ്മുടെ ഓക്സിജൻ ആണ്. ഓക്സിജന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്രയാണ്? 6 ഇലക്ട്രോൺ ആണ് ഉള്ളത്. നെക്സ്റ്റ് അടുത്തതിൽ 7 ഇലക്ട്രോൺ. നെക്സ്റ്റ് അടുത്തതിൽ എത്രയാണ്? 8 ഇലക്ട്രോൺ. അതേ പാറ്റേൺ ആണ് എന്തിലും തുടർന്നിരിക്കുന്നത്? 3ാമത്തെ പീരീഡിൽ കിടക്കുന്ന 1ാമത്തെ ഗ്രൂപ്പിന്റെ എലമെന്റിന്റെയും 2ാമത്തെ ഗ്രൂപ്പിന്റെ എലമെന്റിന്റെയും 13ാമത്തെ ഗ്രൂപ്പിന്റെ എലമെന്റിന്റെയും എല്ലാം അതേ പാറ്റേൺ തുടർന്നിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഒന്ന് നോക്കിക്കേ, ഇവിടുത്തെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഉള്ളത്? 1, 2, 3, 4, 5, 6, 7, 8 ശരിയല്ലേ? 1 to 8 വരെയാണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ കാണപ്പെടുന്നത്, ഇലക്ട്രോൺസ് കാണപ്പെടുന്നത്. നെക്സ്റ്റ് അടുത്ത് എന്താണ്?
What change do you observe in the number of outermost electron on moving from the left to right along a period? അപ്പോൾ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഒരേ പീരീഡിന്റെ ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് പോകും തോറും ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണുകളുടെ എണ്ണം, ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ എന്ന് വെച്ചിട്ടുണ്ട് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ കിടക്കുന്ന ഇലക്ട്രോണിന്റെ എണ്ണത്തിന് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? എന്ത് മാറ്റമാണുള്ളത്? ഒന്ന് ആഡ് ചെയ്ത് വരികയാണ് അല്ലെ. ആദ്യം ഇവിടെ ഒരു ഇലക്ട്രോൺ ആണ്, ദെൻ അടുത്തതിലേക്ക് പോകുമ്പോൾ ഒന്നും കൂടെ ആഡ് ചെയ്ത് രണ്ടായിട്ട് മാറി, രണ്ടിൽ നിന്ന് ഒന്ന് ആഡ് ചെയ്തിട്ട് മൂന്നായിട്ട് മാറി, മൂന്നിനോട് വീണ്ടും ഒന്ന് ആഡ് ചെയ്യുമ്പോൾ നാലാവും, നാലിനോട് ഒന്ന് ആഡ് ചെയ്യുമ്പോൾ എത്ര ആവും? അഞ്ചായിട്ട് ഇങ്ങനെ മാറി മാറി മുന്നോട്ട് ഇങ്ങനെ ഒന്ന് ആഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. On moving along a period from left to right, there is an increasing of a 1 electron in the outermost shell of main group elements until 8 electron are gained. അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്? ഇവിടെ ഓരോ പീരീഡിനും മുന്നോട്ട് പോകുന്നതോറും 1 ഇലക്ട്രോൺ ആഡ് ചെയ്ത് വന്ന് ഏറ്റവും ലാസ്റ്റ് 18ാമത്തെ ഗ്രൂപ്പിൽ എത്തുമ്പോഴത്തേനും എത്ര ഇലക്ട്രോൺ ആയിട്ട് മാറുന്നുണ്ട്? 18ാമത്തെ ഗ്രൂപ്പിൽ എത്തുമ്പോഴത്തേനും ഏറ്റവും പുറമേ ഉള്ള അല്ലെങ്കിൽ ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ 8 ഇലക്ട്രോൺസ് ആണ് എത്തുന്നത്. ശരിയല്ലേ? ഒന്ന് നോക്കിക്കേ, 18ാമത്തെ ഗ്രൂപ്പ് ഇതല്ലേ, ലാസ്റ്റ് എടുക്കുന്ന ഗ്രൂപ്പ് അല്ലേ 18ാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആണുള്ളത്? 8 ഇലക്ട്രോൺ ആണുള്ളത് അല്ലേ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഒന്ന് ആഡ് ചെയ്താണ് പോകുന്നത്. There is an increasing of a 1 electron in the outermost shell of main group elements until 8 electron are gained. നെക്സ്റ്റ് അടുത്തത് ഇതിന്റെ ക്യാരക്ടർ ആണ് പറയുന്നത് കേട്ടോ. ഇതിന്റെയാണ് മെയിൻ ഗ്രൂപ്പിന്റെ ക്യാരക്ടർ. They show similarity in properties in a group. അപ്പൊ ഈ ഗ്രൂപ്പിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവരുടെ പ്രോപ്പർട്ടീസ് ഒക്കെ ഏകദേശം സെയിം ആയിരിക്കും, അല്ലെങ്കിൽ അവർ ഒരേ സ്വഭാവം കാണിക്കുന്നു. നെക്സ്റ്റ് അടുത്ത് എന്താണ്? They include different type of elements such as metals, non-metals and metalloids. ഇതില് ഒരേ സ്വഭാവമൊക്കെ കാണിക്കുന്നുണ്ട്, പക്ഷെ ഏതൊക്കെ ടൈപ്പ് എലമെന്റ്സ് ഉണ്ട് എന്നാ പറയുന്നത്? മെറ്റൽസ് ഉണ്ട്, നോൺ മെറ്റൽസ് ഉണ്ട്, അതേപോലെ എന്താണ്? മെറ്റലോയിഡ്സ് ഉണ്ട്. ദേ റെപ്രസെന്റ് എലിമെന്റ്സ് ബിലോങ്ങിങ് ടു ദ ഡിഫറെന്റ് ഫിസിക്കൽ സ്റ്റേറ്റ്. അപ്പൊ ഇവരുടെ ഫിസിക്കൽ സ്റ്റേറ്റ് ഒന്നാണോ? അല്ല, വിവിധ തരത്തിലുള്ള അല്ലെങ്കിൽ എന്താണ് ഡിഫറെന്റ് ഫിസിക്കൽ സ്റ്റേറ്റ് ആണ് എന്നാ പറയുന്നത് കേട്ടോ. അപ്പൊ മെയിൻ ഗ്രൂപ്പിന്റെ 3 ക്യാരക്ടർ ആണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റിനോട് പോയാലോ. വിച്ച് ആർ ദ ഫാമിലീസ് ഇൻക്ലൂഡഡ് ഇൻ ദ മെയിൻ ഗ്രൂപ്പ് എലിമെന്റ്സ്? അപ്പോൾ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റൻ എന്താണ്? പ്രധാന ഗ്രൂപ്പ് എലിമെന്റ്സ് അല്ലെങ്കിൽ മെയിൻ ഗ്രൂപ്പ്സ് എലിമെന്റ്സിൽ പെടുന്ന മൂലക കുടുംബങ്ങൾ ഏതൊക്കെയാണ് മൂലക കുടുംബങ്ങൾ എന്ന് പറയുന്നത്? നമുക്ക് നോക്കാം മെയിൻ ഗ്രൂപ്പ്സ് ഏതൊക്കെ മൂലക കുടുംബങ്ങളാണ് എന്ന് നോക്കാം അല്ലെ. ഏതൊക്കെയാണ്? ഏതൊക്കെയായിരുന്നു മെയിൻ ഗ്രൂപ്പ്സ് എലിമെന്റ്സ് എന്ന് പറയുന്നത്? ഏതൊക്കെയായിരുന്നു? 1 ഉണ്ട്, 2 ഉണ്ട്, പിന്നെ 13 മുതൽ എവിടം വരെ ഉണ്ട്? 18 വരെ ഉണ്ട് അല്ലെ. അപ്പൊ പേരെന്തൊക്കെയാണ്? ഒന്നാമത്തെ ഗ്രൂപ്പിന്റെ പേരെന്താണ്? ആൽക്കലി മെറ്റൽ ആണ്. രണ്ടാമത്തെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആണ്. ഇനി 13 ബോറോൺ കുടുംബം, 14 കാർബൺ കുടുംബം, 15 നൈട്രജന്, 16 ഓക്സിജന്, 17 എന്താണ്? ഹാലജൻസ് ആണ്, 18 എന്താണ്? നോബിൾ ഗ്യാസ് ആണ്. ഇതൊക്കെ എവിടെ പെടും? മെയിൻ ഗ്രൂപ്പ്സ് എലമെന്റ്സിന്റെ ഫാമിലിയുടെ പേരാണ് കേട്ടോ, അവരുടെ ഫാമിലീസിന്റെ നെയിം ആണ്. നെക്സ്റ്റ് അടുത്ത് എന്താണ്? ഇൻ വിച്ച് ഗ്രൂപ്പ്സ് ആർ മെറ്റലോയിഡ്സ് പ്രസന്റ്? അപ്പൊ ഇവിടെ എന്ത് ഉപലോഹങ്ങൾ കാണപ്പെടുന്ന ഗ്രൂപ്പുകൾ ഏതൊക്കെ എന്നാ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഉപലോഹങ്ങൾ കാണപ്പെടുന്നത് 15ലൊക്കെ ഉപലോഹങ്ങൾ, 15ാമത്തെ ഗ്രൂപ്പിലൊക്കെ ഉപലോഹങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഹൗ ഡു ഫൈൻഡ് ദ ഗ്രൂപ്പ്സ് നമ്പർ ഓഫ് ദ മെയിൻ ഗ്രൂപ്പ് എലമെന്റ്? ഇനി മെയിൻ ഗ്രൂപ്പ് എലമെന്റിന്റെ ഗ്രൂപ്പ് നമ്പർ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? A few elements of the group 1 and 2 are given in the table 2.4. Complete the table and record is your science diary. അപ്പോൾ ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? 1ഉം 2ഉം ഗ്രൂപ്പിലുള്ള കുറച്ച് എലമെന്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങളോട് ഈ ടേബിൾ എന്ത് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്? കംപ്ലീറ്റ് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നോ? ഇനി നമ്മൾ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ പോവാണ് കേട്ടോ. എന്ത് നമ്പറാണ്? നമ്മുടെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്നതിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഒരുപാട് നമുക്ക് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പൊ ഫസ്റ്റ് നോക്കിക്കേ, എലമെന്റ് ഏതാ കൊടുത്തിരിക്കുന്നത്? ലിഥിയമാണ് കൊടുത്തിരിക്കുന്നത്. എലമെന്റ് ഏതാ കൊടുത്തിരിക്കുന്നത്? ലിഥിയമാണ്. ലിഥിയത്തിന്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 3 ആണ് കേട്ടോ. അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2.1 വരും. ഇതിന്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആണുള്ളത്? 1 ഇലക്ട്രോൺ ആണുള്ളത്. ഇതിന്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ് കേട്ടോ. എങ്ങനെ ഗ്രൂപ്പ് നമ്പർ 1 ആയത്? ഇതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഗ്രൂപ്പ് നമ്പറും എത്ര തന്നെയായിരിക്കും? 1 തന്നെയായിരിക്കും കേട്ടോ. നെക്സ്റ്റ് അടുത്തത് സോഡിയത്തിന്റെ ആറ്റോമിക് നമ്പർ 11 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും? 2, 8, 1 എന്ന് വരും അല്ലെ. അതിന്റെ ഏറ്റവും ലാസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആണ്? 1 ഇലക്ട്രോൺ ആണ്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണ്. ദെൻ ഗ്രൂപ്പ് നമ്പറും എത്ര തന്നെയാണ്? 1 തന്നെയാണ്. ഇനി പൊട്ടാസ്യത്തിന്റെ സിമ്പിൾ എന്ന് പറയുന്നത് K ആണ് കേട്ടോ. അപ്പൊ 19 ഇലക്ട്രോൺ വിന്യാസം, 19 ഇതിന്റെ
ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എങ്ങനെ വരും? 2, 8, 8, 1 ആണ്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആണുള്ളത്? 1 ഇലക്ട്രോൺ ആണ്. ഗ്രൂപ്പ് നമ്പർ വീണ്ടും എത്ര തന്നെ വന്നു? 1 തന്നെ വന്നു. നെക്സ്റ്റ് അടുത്തത് ബെർലിയം ആണ്. ബെർലിയത്തിന്റെ ആറ്റോമിക് നമ്പർ 4 ആണ് അല്ലെ. അപ്പൊ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 2, 2 എന്ന് വരും. ഇതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആണ് നോക്കിക്കേ? 2 ഇലക്ട്രോൺ ആണ് ഉള്ളത് അല്ലെ. ഗ്രൂപ്പ് നമ്പറും എത്ര തന്നെയാണ്? 2 തന്നെയാണ്. ഇനി മഗ്നീഷ്യം Mg ആണ് അല്ലെ. അതിന്റെ സിമ്പല് 12 ആണ്. 2, 8, 2 എന്ന് വരും. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആണുള്ളത്? 2 ഇലക്ട്രോൺ ആണ് ഉള്ളത് അല്ലെ. അടുത്തത് കാൽസ്യം ആണ്. അപ്പൊ കാൽസ്യത്തിന്റെ എത്രയാണ് ആറ്റോമിന്? എങ്ങനെ ആറ്റോം നമ്പർ കണ്ടുപിടിക്കുന്നത്? ഇതെല്ലാം ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എല്ലാം കൂടെ കൂട്ടിയാൽ പോരെ. അപ്പൊ എത്ര വരും? 20 എന്ന് വരും അല്ലെ. 2 + 8 10, 10 × 8 18, 18 × 8 എത്രയാണ്? 20 എന്ന് വരും. അതിന്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആണുള്ളത്? 2 ഇലക്ട്രോൺ ആണുള്ളത്. അപ്പൊ ഗ്രൂപ്പ് നമ്പറും എത്ര തന്നെയായിരിക്കും? 2 തന്നെയായിരിക്കും. നെക്സ്റ്റ് കൊടുത്തേക്കുന്നത് വിച്ച് ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ നമ്പർ ഓഫ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ആൻഡ് ഗ്രൂപ്പ് നമ്പർ ഹിയർ. അപ്പൊ നിങ്ങളോട് എന്താ ചോദിച്ചേക്കുന്നത്? ഇവിടെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ കിടക്കുന്ന ഇലക്ട്രോണും അതേപോലെ തന്നെ ഗ്രൂപ്പ് നമ്പറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? എന്താണ് റിലേഷൻഷിപ്പ്? രണ്ടും എന്താണ്? സെയിം ആണല്ലേ. ഗ്രൂപ്പ് നമ്പർ എത്രയാണോ അത്രയും തന്നെയായിരിക്കും ഇതിന്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ കിടക്കുന്ന ഇലക്ട്രോണിന്റെ എണ്ണം എന്ന് പറയുന്നത്. ഇൻ ദ എലിമെന്റ്സ് ഓഫ് എ ഗ്രൂപ്പ് 1 and 2 ദ നമ്പർ ഓഫ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ റെപ്രസെന്റ് ഇൻ ദ ഗ്രൂപ്പ് നമ്പർ. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? നമ്മുടെ ഗ്രൂപ്പ് നമ്പർ 1, 2 ആയിക്കോട്ടെ, അതിന്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ കിടക്കുന്ന ഇലക്ട്രോൺ എന്ന് പറയുന്നത് എത്രയാണോ അതായിരിക്കും അതിന്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഗ്രൂപ്പും രണ്ടാമത്തെ ഗ്രൂപ്പും കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇതിന്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് നോക്കിയാൽ മതി. ആ നമ്പർ തന്നെയായിരിക്കും അതിന്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് അടുത്തതിലേക്ക് പോവാം അല്ലെ. അടുത്ത എന്താണ്? ലെറ്റ് ദ എക്സാമിൻ വെദർ 13 to 18 follow the same relation. Complete the table based the periodic table. അപ്പോൾ ഇവിടെ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം അല്ലെ. സിമ്പിൾ ആണ് കേട്ടോ. നോക്കിക്കോണേ. ഫസ്റ്റ് വണ് എലമെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. എലമെന്റ് ഏതാണ്? ബോറോൺ ആണ്. സിമ്പിൾ എന്ന് പറയുന്നത് B ആണ്. ആറ്റോമിക് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എത്രയാണ്? 2, 3 ആണ്. ഞാൻ ആദ്യം ചെറിയൊരു കാര്യം പറഞ്ഞുതരാം. ഇത് പറഞ്ഞിട്ട് അതിലേക്ക് പോവാം കേട്ടോ. നമ്മുടെ 13 മുതൽ 18 വരെയിൽ എത്രയാണ്? 13 to 18 ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അതിന്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുമ്പോൾ, എന്ത് കണ്ടുപിടിക്കുമ്പോഴാണ്? ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ 10 ആഡ് ചെയ്യണം. എത്ര ആഡ് ചെയ്യണം? 10 അല്ലെങ്കിൽ 10 ആഡ് ചെയ്യണം. അപ്പൊ നന്നായിട്ട് ശ്രദ്ധിച്ചോണേ. 1, 2 ഗ്രൂപ്പുകളാണെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യണ്ട. അതിന്റെ ഏറ്റവും ഔട്ടർ കിടക്കുന്ന ഷെല്ലിൽ അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റ് കിടക്കുന്ന ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് നോക്കിയാൽ മതി. അതായിരിക്കും അതിന്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. എന്നാൽ 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പിലെ എലമെന്റ്സ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ അതിന്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റ് കിടക്കുന്ന ഇലക്ട്രോൺ, ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ കിടക്കുന്ന ഇലക്ട്രോണിനോട് കൂടെ നമ്മൾ എത്ര ആഡ് ചെയ്യണം? 10 ആഡ് ചെയ്യണം അല്ലെങ്കിൽ 10 ആഡ് ചെയ്യണം. ഇത് മറന്നു പോകരുതേ. ബോറോണ്ട് നോക്കാം. ബോറോണ്ട് നോക്കിക്കേ. അതിന്റെ ഏറ്റവും ലാസ്റ്റ് എത്രയാണ്? 3 ഇലക്ട്രോൺ ആണ് കിടക്കുന്നത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ അല്ലെ. ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് 13 ആണ്. 3നോട് എത്ര ആഡ് ചെയ്തതാണ്? 10 ആഡ് ചെയ്തതാണ് അല്ലെ. നെക്സ്റ്റ് അടുത്ത കാർബൺ എങ്ങനെ വരും? 2, 4 എന്ന് വരും. അപ്പൊ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺ ആണ്. ഗ്രൂപ്പ് നമ്പർ പറയുമ്പോൾ എത്ര ചെയ്യണം? 10 + 4 എത്ര വരും? 14 എന്ന് വരും അല്ലെ. രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് വേണം എഴുതാൻ. കാരണം എന്താണ്? ഇത് 13 മുതൽ 14 വരെയുള്ള ഗ്രൂപ്പിലെ എലമെന്റ്സ് ആണ്. 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പിലെ എലമെന്റ്സ് ആണ്. അതിൽ 14ാമത്തെ ഗ്രൂപ്പിലാണ് ആര് കിടക്കുന്നത്? കാർബൺ കിടക്കുന്നത്. നൈട്രജൻ ആകുമ്പോൾ ഇങ്ങനെ വരും 2, 5 എന്ന് വരും അല്ലെ. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 5 ഇലക്ട്രോൺ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 15 അല്ലെ. 5നോട് കൂടി 10 കൂട്ടുമ്പോൾ 15 എന്ന് കിട്ടും. നെക്സ്റ്റ് നോക്കിക്കേടാ. 2 എത്ര വരും? 6 അല്ലെ. 2 ആൻഡ് നമുക്ക് കളർ ഒന്ന് ചേഞ്ച് ചെയ്തേക്കാം. 2ഉം പിന്നെന്താണ്? 6ഉം വരും അല്ലെ. അപ്പൊ എത്രയാണ്? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 6 ഇലക്ട്രോൺ ആണ്. അപ്പൊ 16 എന്ന് കിട്ടും. നെക്സ്റ്റ് നോക്കിക്കേടാ. എത്രയാണ്? 2, 7 എന്ന് വരും അല്ലെ. അപ്പൊ എത്രയാണ്? 7 ഇലക്ട്രോൺ 17 എന്ന് കിട്ടും. അപ്പോൾ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ എളുപ്പമായോ? 1ഉം 2ഉം ആണെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആണോ അത് തന്നെയായിരിക്കും അതിന്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. ഇനി 13 മുതൽ 18 വരെയാണെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് ചെക്ക് ചെയ്യുക. അതിനോട് കൂടെ 10 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഗ്രൂപ്പ് നമ്പർ കിട്ടുന്നതായിരിക്കും. ഓക്കെ. ഇനി അടുത്തത് ചോദിച്ചേക്കുന്നത് ഫൈൻഡ് ദ നമ്പർ വിച്ച് ഈസ് ആഡഡ് ടു ദ നമ്പർ ഓഫ് എ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ടു ഗെറ്റ് ദ ഗ്രൂപ്പ് നമ്പർ ഓഫ് എ എലമെന്റ്സ് ഇൻ എ ഗ്രൂപ്പ് 13 to 18 എന്നാ പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പൊ എന്താ ചോദിച്ചേക്കുന്നത്? ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പ് ഏത് മുതൽ ഏത് വരെയാണ്? 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളിലെ മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ ലഭിക്കാൻ വേണ്ടിയിട്ട്
വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോണിന്റെ കൂടെ നമ്മൾ എത്രയാണ് ആഡ് ചെയ്യേണ്ടത്? നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മളത് പറഞ്ഞിട്ടാണ് പോയത് അല്ലേ? എത്ര ആഡ് ചെയ്യണം? 10 ആഡ് ചെയ്യണം. എത്രയാണ് ആഡ് ചെയ്യേണ്ടത്? 10 ആണ് ആഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് അടുത്ത എന്താ കൊടുത്തത്? Have you ever thought why the number of 10 is added to the number of outermost electron? അപ്പോൾ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? എന്താ ചോദിച്ചിരിക്കുന്നത്? നമ്മൾ outermost ഇലക്ട്രോണിന്റെ കൂടെ എത്ര ആഡ് ചെയ്തു? 10 ആഡ് ചെയ്തു അല്ലേ? അപ്പൊ എന്തിനായിരിക്കും 10 ആഡ് ചെയ്തിട്ടുണ്ടാവുക? You know the transition elements are present in group 3 to 12 കേട്ടോ. 3 to എത്രയാണ്? 12. അപ്പൊ നമുക്കറിയാം ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയുന്നത് എവിടെ മുതലാണ്? 3 മുതൽ 12 വരെയാണ്. 3 മുതൽ എത്ര വരെയാണ്? 12 വരെയാണ്. In how many groups are they distributed? അപ്പൊ എത്ര ഗ്രൂപ്പ്സ് അവിടെ ഉണ്ട്? 10 ഗ്രൂപ്പ്സ് ഉണ്ടാവും. എത്ര ഗ്രൂപ്പ്സ് ഉണ്ടാവും? 10 ഗ്രൂപ്പ്സ് അവിടെ ഓൾറെഡി ഉണ്ടാവും. അപ്പൊ അതിന്റെ താഴത്തോട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞേക്കുന്നത്? The position of a transition elements is after the second group elements in the periodic table. The elements from group 13 to 18 are present in after this 10 groups of transition element. അപ്പൊ എന്താണ്? 1ഉം 2ഉം ഗ്രൂപ്പ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ 10 ഗ്രൂപ്പിന് ശേഷമാണ് 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പ്സ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എത്ര ആഡ് ചെയ്തത്? 10 ആഡ് ചെയ്തത് കേട്ടോ, ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. 1ഉം 2ഉം ഗ്രൂപ്പ് അവിടെ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 മുതൽ 12 വരെയുള്ള ഒരു ട്രാൻസിഷൻ എലിമെന്റ് എന്ന് പറയുന്ന സെക്ഷൻ അവിടെ കിടപ്പുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ആര് വരുന്നത്? 13 മുതൽ 18 വരെയുള്ള മെയിൻ ഗ്രൂപ്പ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എത്ര ആഡ് ചെയ്തത്? 10 ആഡ് ചെയ്തത്. നെക്സ്റ്റ് അടുത്തതിലേക്ക് പോയാലോ? അവിടെ ഒന്നുകൂടെ കൊടുത്തിട്ടുണ്ട്. നെയിം ഓഫ് എലമെന്റ് ബോറോൺ, കാർബൺ, നൈട്രജൻ, സിമ്പിൾ തന്നിട്ടുണ്ട്, ആറ്റോമിക് നമ്പർ തന്നിട്ടുണ്ട്, ഗ്രൂപ്പ് നമ്പർ എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇനി അതിലേക്ക് പോകണ്ടല്ലോ, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണല്ലോ അല്ലെ. ഇനി അതിലേക്ക് ഞാൻ പോകുന്നില്ലേ. അപ്പൊ ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഹൗ ഡു ഫൈൻഡ് ദ പീരീഡ് നമ്പർ ഓഫ് ദ എലമെന്റ് ഓഫ് എ എലമെന്റ്സ്? ഇനി നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് പീരീഡ് ആണ് കേട്ടോ. ഏതാ കണ്ടുപിടിക്കാൻ പോകുന്നത്? പീരീഡ് ആണ്. അപ്പൊ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണേ. നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് പിടി കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഇപ്പൊ നമ്മൾ ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ പഠിച്ചു. ഇനി നമ്മൾ എന്തിലേക്ക് പോവാണ്? പീരീഡ് നമ്പർ കണ്ടുപിടിക്കുന്നതിലേക്കാണ് നെക്സ്റ്റ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പൊ നോക്കിയാലോ എങ്ങനെയാണ് പീരീഡ് നമ്പർ കണ്ടുപിടിക്കുന്നത് എന്ന് നോക്കാം അല്ലെ. ഫസ്റ്റ് വണ് ഹൈഡ്രജൻ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ ഏതാ കൊടുത്തിരിക്കുന്നത്? ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജന്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 1 ആണ് കേട്ടോ. അതിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1 തന്നെയാണ്. എത്ര ഷെല്ലുണ്ട്? ഒറ്റ ഷെല്ലേ ഉള്ളൂ. അപ്പൊ ഏതാണ് ഷെല്ല് എന്ന് പറയുന്നത്? കെ ആണ് അല്ലെ. ഒരു ഷെല്ലാണ് ഉദ്ദേശിക്കുന്നത്, ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ അല്ല. ഒറ്റ ഷെല്ലേ ഉള്ളൂ. എത്ര ഷെല്ലിന്റെ എണ്ണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അടുത്ത ഹീലിയം. ഹീലിയത്തിന്റെ എങ്ങനെ വരും? 2 എന്ന് വരും അല്ലെ. ഹീലിയത്തിന്റെ എന്താ വരുന്നത്? 2. എത്ര ഷെല്ലാണുള്ളത്? ഒരു ഷെല്ലാണുള്ളത്. പീരീഡ് നമ്പർ എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 1 തന്നെയാണ്. അപ്പൊ നമ്മള് പീരീഡ് നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി ചെക്ക് ചെയ്യേണ്ടത് ഷെല്ലിന്റെ എണ്ണമാണ് കേട്ടോ. അല്ലെങ്കിൽ എന്താണ്? ഷെല്ലിന്റെ എണ്ണം അല്ലെങ്കിൽ നമ്പർ ഓഫ് ഷെല്ലാണ് കേട്ടോ. എന്താണ്? നമ്പർ ഓഫ് ഷെല്ലാണ്. നോക്കിക്കേ, അടുത്ത ലിഥിയമാണ്. ലിഥിയത്തിന്റെ ആറ്റോമിക് നമ്പർ 3 ആണ്. എങ്ങനെ വരും? 2, 1 എന്ന് വരും അല്ലെ. അപ്പൊ ഇവിടെ എത്ര ഷെല്ല് വന്നിട്ടുണ്ട്? 1, 2 ഷെല്ല് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ നമ്പർ ഓഫ് ഷെല്ല് എന്ന് പറയുന്നത് 2 ആണ്. പീരീഡ് നമ്പർ എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 2 തന്നെയാണ് കേട്ടോ. അടുത്ത ബെർലിയമാണ്. ബെർലിയത്തിന്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 4 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 2 ആണ്. എത്ര ഷെല്ല് വരും? 2 ഷെല്ല് വരും. സോ അതിന്റെ പീരീഡ് നമ്പർ എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 2 ആണ് കേട്ടോ. അടുത്ത എങ്ങനെ വരും? 2, 8, 1 എന്ന് വരും അല്ലെ. അപ്പൊ എത്ര ഷെൽസ് ഉണ്ട്? 3 ഷെല്ലുണ്ട്. അതിന്റെ പീരീഡ് നമ്പർ എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 3 തന്നെയാണ്. മഗ്നീഷ്യത്തിന്റെ ആറ്റോമിക് നമ്പർ 12 ആണ്. 2, 8, 2 എന്ന് വരും. എത്ര പീരീഡ് ഉണ്ട്? 3 എത്ര പീരീഡ് അല്ല, 3 ഷെല്ലുണ്ട്. പീരീഡ് നമ്പർ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 3 തന്നെയാണ് കേട്ടോ. കെ എന്ന് പറയുന്ന പൊട്ടാസ്യം ആണ്. 19 ആണ്. എത്ര ഷെല്ലുണ്ട്? 4 ഷെല്ലുണ്ട് അല്ലെ. ഷെല്ല് എങ്ങനെ കണ്ടുപിടിക്കുന്നത് പിടി കിട്ടിയോ? ഇത് എണ്ണിയാ മതി. 1, 2, 3, 4 കേട്ടോ. അപ്പൊ 4 ഷെല്ലുണ്ട്. പീരീഡ് നമ്പർ എന്ന് പറയുന്നത് 4 ആണ്. അടുത്ത കാൽസ്യം ആണ്. ആറ്റോമിക് നമ്പർ 20 ആണ്. എത്ര ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്? 2, 8, 8, 2 ആണ് അല്ലെ. അപ്പൊ 4 ഷെല്ലുണ്ട്. എത്ര ഷെല്ലുണ്ട്? 4 ഷെല്ലുണ്ട്. പീരീഡ് നമ്പർ എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 4 തന്നെയാണ് കേട്ടോ. പീരീഡ് നമ്പർ എന്ന് പറയുന്നത് 4 തന്നെയാണ്. നെക്സ്റ്റ് അടുത്ത് പറഞ്ഞേക്കുന്നത് എന്താണ്? ക്യാൻ യു ഫൈൻഡ് എനി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പീരീഡ് നമ്പർ ആൻഡ് ദ നമ്പർ ഓഫ് ഷെൽ ഓഫ് ദ ഗിവൺ എലമെന്റ്? അപ്പൊ ഇവിടെ പീരീഡ് നമ്പറും അതേപോലെ ഷെല്ലിന്റെ നമ്പറും തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ? ഉണ്ട്. എന്താണ്? രണ്ടും സെയിം ആണ്. ദ നമ്പർ ഓഫ് ഷെൽസ് ഇൻ ദ ആറ്റം ഓഫ് എലമെന്റ്സ് ഓഫ് ദർ പീരീഡ് നമ്പർ. അപ്പൊ എത്ര ഷെല്ലുണ്ടോ, നമ്പർ ഓഫ്
ഷെൽ എത്രയാണോ അത് തന്നെയായിരിക്കും അതിന്റെ എന്തെന്ന് പറയുന്നത് പീരീഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഇത്രയും ഭാഗം ജസ്റ്റ് ഒന്നും കൂടെ റിവേഴ്സ് ചെയ്ത് വരാം. എന്നിട്ട് ബാക്കി നോബിൾ ഗ്യാസ് മുതൽ മിസ് നെക്സ്റ്റ് ഒരു പാർട്ടായിട്ട് ഇടാം കേട്ടോ. അപ്പൊ ഇത്രയും നന്നായിട്ട് പഠിച്ചിട്ട് നമുക്ക് അതിലേക്ക് പോയാൽ പോരെ? അതല്ലേ സിമ്പിള് കേട്ടോ. എല്ലാം കൂടെ പഠിച്ച് നമുക്ക് ഫുള്ള് ക്ലിയർ ഉണ്ട് അല്ലേ? ഓക്കെ, ഫസ്റ്റ് ഒന്നുകൂടെ നമുക്ക് നോക്കി പോരാം. ഏതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്? ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് മെന്റലീഫ് ആയിരുന്നു അല്ലേ? ആദ്യം നമ്മൾ പറഞ്ഞത് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ മെന്റലീഫിനെ കുറിച്ച് ജസ്റ്റ് നമ്മൾ ആ പേരൊന്ന് ജസ്റ്റ് നോക്കി വെക്കുക കേട്ടോ. എന്താണ് മെന്റലീഫിന്റെ പേര്? ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. നെക്സ്റ്റ് അടുത്ത് എന്താണ്? അദ്ദേഹത്തിന്റെ മെറിസും ഡീമെറിസും പറഞ്ഞു അല്ലെ? ഓർമ്മയുണ്ടോ? മെറിസും ഡീമെറിസും ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണം കേട്ടോ. അടുത്തത് ഐസോടോപ്പ് എന്തായിരുന്നു? വാട്ട് ഈസ് ഐസോടോപ്പ്? സെയിം ആറ്റോമിക് നമ്പർ ഡിഫറെന്റ് മാസ് നമ്പർ ആയിരുന്നു അല്ലെ? അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആര് പീരിയോഡിക് ടേബിൾ ആണ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? മെന്റലീഫ് കഴിഞ്ഞിട്ട് മോഡേൺ പീരിയോഡിക് ടേബിൾ ആരുടെയാണ്? നമ്മുടെ മോസ്ലിന്റെയാണ് കേട്ടോ. എന്താണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേരെന്ന് പറയുന്നത്? ഹെൻറി മോസ്ലി ആണ്. ഇംഗ്ലീഷ് മീഡിയം ആയതുകൊണ്ട് സ്പെല്ലിംഗ് നന്നായിട്ട് നോക്കി വെക്കണേ. then അദ്ദേഹത്തിന്റെ ലോ ഒന്ന് ജസ്റ്റ് നോക്കി വെക്കുക. The chemical and physical properties of elements are the periodic function of their atomic number. നമ്മുടെ എന്താ പറയാ മോസ്ലി ഹെൻറി മോസ്ലി എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പീരിയോഡിക് ടേബിൾ അറേഞ്ച് ചെയ്തിരുന്നത്? ആറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. എന്നാൽ ചോദിക്കലുണ്ട് കേട്ടോ, ചോദിക്കും രണ്ടുപേരെയും കൂടെ മാറ്റി അറേഞ്ച് ചെയ്യാൻ ചോദിക്കും കേട്ടോ. മെന്റലീഫ് ആണെങ്കിൽ എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു? ആറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അല്ലെ? നെക്സ്റ്റ് അടുത്തത് അദ്ദേഹത്തിന്റെ രണ്ടുപേരെയും കൂടെ കമ്പയർ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ കമ്പയർ ചെയ്ത് പറഞ്ഞത് നന്നായിട്ട് കമ്പാരിസൺ ചെയ്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് പഠിക്കണം കേട്ടോ. രണ്ടുപേരെയും കമ്പയർ ചെയ്തിട്ട് എഴുതാൻ ചോദിക്കും. ഇനി ഹൊറിസോണ്ടൽ കാണുന്ന റോസിനെ നമ്മൾ പീരീഡ് എന്നും വെർട്ടിക്കൽ കാണുന്നതിന് നമ്മൾ എന്താ വിളിക്കുന്നത്? ഗ്രൂപ്പ്സ് എന്നുമാണ് വിളിക്കുന്നത് അല്ലെ? ഏതായിരുന്നു പീരീഡ് എന്ന് പറയുന്നത്? ഏതായിരുന്നു? ഇവിടുന്ന് ഇങ്ങോട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത്? പീരീഡ്സ് എന്ന് പറയുന്നത്. ദെൻ താഴത്തോട്ട് കാണുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് അല്ലെ? നെക്സ്റ്റ് അടുത്തതിലേക്ക് നോക്കിയാലോ. അടുത്ത എന്തായിരുന്നു? ജസ്റ്റ് ആദ്യമായിട്ട് ന്യൂലി കണ്ടുപിടിച്ച് കുറച്ച് എലമെന്റ്സിന്റെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി അല്ലെ? എത്ര പീരീഡ്സ് ഉണ്ട്? പീരീഡ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് 7 ആണ്. ഇനി ഗ്രൂപ്പിന്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? ഗ്രൂപ്പ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? 18 ആയിരുന്നു കേട്ടോ. ഗ്രൂപ്പ് എന്ന് പറയുന്നത് എത്രയാണ്? 18 ആണ്. ജസ്റ്റ് എന്ത് ചെയ്യാം? അത് ജസ്റ്റ് നോക്കി വെക്കുക കേട്ടോ. ഗ്രൂപ്പ് എന്ന് പറയുന്നത് 18ഉം അതേപോലെ പീരീഡ് എന്ന് പറയുന്നത് എത്രയാണ്? 7ഉമാണ്. നെക്സ്റ്റ് അടുത്ത് നോക്കിയാലോ. അടുത്ത് എന്താണ്? ഒന്നാമത്തെ ഗ്രൂപ്പ് എലമെന്റ്സിന്റെ പ്രത്യേകത പറഞ്ഞു അല്ലെ? ഒന്നാമത്തെ ഗ്രൂപ്പ് എലമെന്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒന്നാമത്തെ ഗ്രൂപ്പ് എലമെന്റ് പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ ലാസ്റ്റ് ഷെല്ലിൽ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആണ് ഉണ്ടാവുക? 1 ഇലക്ട്രോൺ ആണ് ഉണ്ടാവുക. അതിന്റെ പീരീഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ജസ്റ്റ് അതും കൂടെ ഒന്ന് പറഞ്ഞു പോവാം. അതിന്റെ ഗ്രൂപ്പ് ആദ്യം കണ്ടുപിടിക്കുക അല്ലെ? ഗ്രൂപ്പ് എങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുന്നത്? ഏറ്റവും ലാസ്റ്റ് കിടക്കുന്ന എത്ര ഇലക്ട്രോൺ ആണോ അതായിരിക്കും അതിന്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. ഇനി പീരീഡ് എങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുന്നത്? പീരീഡ് എങ്ങനെയാണ്? എത്ര ഷെല്ലുണ്ട് എന്ന് ജസ്റ്റ് ഒന്ന് എണ്ണി നോക്കിയാൽ മതി അല്ലെ? ഷെല്ലിന്റെ എണ്ണം ജസ്റ്റ് എണ്ണി നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പീരീഡ് കിട്ടും അല്ലെ? ഇനി രണ്ടാമത്തെ ഗ്രൂപ്പ് എലമെന്റ് ആണെങ്കിൽ എങ്ങനെയാ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്നത്? സെയിം തന്നെയാണ് കേട്ടോ. ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് നോക്കുക, അതായിരിക്കും അതിന്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. പീരീഡ് ആണെങ്കിൽ എത്ര ഷെല്ലുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നമ്മൾ എണ്ണി നോക്കിയാൽ മതി കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഫാമിലീസ് പറഞ്ഞു. ഒന്നാമത്തെ ഗ്രൂപ്പ് എലമെന്റിന്റെ ഫാമിലി എന്ന് പറയുന്നത് ആൽക്കലി മെറ്റൽസ് ആണ്. രണ്ടാമത്തെ ആൽക്കലൈൻ എർത്ത് ആണ്. 3 മുതൽ 12 വരെ ട്രാൻസിഷൻ എലമെന്റ് ആണ്. 13 ബോറോൺ ആണ്. 14 കാർബൺ ആണ്. 15 നൈട്രജൻ ഫാമിലി ആണ് അല്ലെ? 16 ഏതാണ്? ഓക്സിജൻ ഫാമിലി ആണ്. 17 ഹാലജൻ ആണ്. 18 ഏതാണ്? നോബിൾ ഗ്യാസ് ആണ് കേട്ടോ. നെക്സ്റ്റ് സ്റ്റേറ്റുകൾ പറഞ്ഞു അല്ലെ? മെയിൻ ഗ്രൂപ്പ്സ് ഏതൊക്കെയാണ്? 1ഉം 2ഉം 13 മുതൽ 18 വരെ ഉള്ളത്. നെക്സ്റ്റ് അതിന്റെ ക്യാരക്ടർ പറഞ്ഞു. സിമിലാരിറ്റി ഇൻ പ്രോപ്പർട്ടീസ് ഇൻ എ ഗ്രൂപ്പ് ഇൻക്ലൂഡ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എലമെന്റ്സ് സച്ച് ആസ് മെറ്റൽസ് ഉണ്ട്, നോൺ മെറ്റൽസ് ഉണ്ട്, മെറ്റലോയിഡ്സ് ഉണ്ട് അല്ലെ? ഡിഫറെന്റ് ഫിസിക്കൽ സ്റ്റേറ്റ് കാണിക്കുന്നു. ഓക്കെ, ഇനി ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ? ഇനി ശ്രദ്ധിക്കണം. 13 മുതൽ 18 വരെ ഉള്ളതിന്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ നേരത്തെ നമ്മൾ എന്ത് കൂട്ടണം? ഔട്ടർ മോസ്റ്റ് ഷെല്ലിന്റെ കൂടെ 10 ആഡ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ ആണോടാ? ഓക്കെ അല്ലെ? അപ്പൊ ജസ്റ്റ് ഇത്രയൊന്നും നന്നായിട്ട് പഠിക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.